ഹായ് മക്കളെ, എല്ലാവർക്കും ടെലാവി സിംപ്ലിഫൈ ലേണിംഗ് പ്ലാറ്റ്ഫോമിന്റെ അടുത്തൊരു ലെക്ചർ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നിങ്ങളുടെ ഫിറോസ് സാർ. ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് നമ്മളുടെ ഈ ഒരു അക്കാഡമിക് ഇയറിലെ ഏറ്റവും അവസാനത്തെ ചാപ്റ്റർ ആയിട്ടുള്ള പ്രോബബിലിറ്റി ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ എത്രാം ക്ലാസ് തൊട്ടാണ് ഈ പ്രോബബിലിറ്റി പഠിച്ചു തുടങ്ങുന്നത് മക്കളെ? 8-9 ക്ലാസ്സുകൾ തൊട്ടേ നമ്മൾ ഈ പ്രോബബിലിറ്റി പഠിച്ചു തുടങ്ങുന്നത് അല്ലെ? അതിന്റെ ബേസിക്സ് തൊട്ട് ഇങ്ങനെ പതുക്കെ ബിൽഡ് ചെയ്ത് നമ്മൾ ഏകദേശം പ്രോബബിലിറ്റിയെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളായിട്ട് അതിന്റെ ഡിഫറെന്റ് പ്രോപ്പർട്ടീസ് ഒക്കെ നമ്മൾ +1 പറഞ്ഞു നിർത്തിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു വർഷം നമ്മൾ പ്രോബബിലിറ്റിയുടെ അടുത്തൊരു ഘട്ടത്തിലേക്കാണ്, അടുത്തൊരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ അതിന്റെ അടുത്തൊരു നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. ആ ഒരു ഇതിലേക്കാണ് നമ്മൾ കിടക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം മക്കളെ? നേരെ നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. സോ ആദ്യത്തെ ചോദ്യം നിങ്ങൾക്ക് വേണ്ടിയുള്ള, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ക്യൂൺ ഇഫ് ഇറ്റ് ഈസ് എ ബ്ലാക്ക് കാർഡ്? അപ്പൊ നമുക്കൊരു ബ്ലാക്ക് കാർഡ് കിട്ടി, അങ്ങനെയാണെങ്കിൽ അതിൽ ക്യൂൺ ആകാനുള്ള സാധ്യത എത്ര? ഓക്കെ, അപ്പൊ നമ്മൾ ഇത്രയും നാളും ഡയറക്റ്റ് ആയിട്ട് ഒന്നുകിൽ ക്യൂൺ ആവുക, അല്ലെങ്കിൽ ബ്ലാക്ക് ആവുക, അല്ലെങ്കിൽ ബ്ലാക്ക് ക്യൂൺ ആവുക എന്നൊക്കെ പറഞ്ഞാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. എനിക്കൊരു കാർഡ് കിട്ടി, അത് ബ്ലാക്ക് ആണെന്ന് ഞാൻ കണ്ടു. ഓക്കെ, കാർഡ് കിട്ടി, ഞാൻ പതുക്കെ ഇത്തിരി ഒന്ന് പൊക്കി വയ്ക്കുമ്പോൾ അത് കറുപ്പ് ഏതോ ഒരു കാർഡാണെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ അത് ക്യൂൺ ആകാനുള്ള പ്രോബബിലിറ്റി എത്ര എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പൊ എനിക്ക് കിട്ടിയ കാർഡ് ഏതെന്ന് ഞാൻ കണ്ടു, ബ്ലാക്ക് കാർഡ് ആണെന്ന് കണ്ടു. അങ്ങനെയാണെങ്കിൽ അത് ക്യൂൺ ആവുക. അപ്പൊ നമ്മളിവിടെ എന്ത് കൊടുത്തു മക്കളെ? ഒരു കണ്ടീഷൻ കൊടുത്തു. നമ്മളിവിടെ എന്ത് ചെയ്തു? ഒരു കണ്ടീഷൻ കൊടുത്തു. അപ്പൊ അത് റെഡ് കാർഡ് അല്ല എന്ന് 100% നമുക്ക് ഉറപ്പാണ്. ഓക്കെ, അപ്പൊ അത് എന്തല്ല മക്കളെ? റെഡ് അല്ല. അപ്പൊ നമ്മൾ ഈ റെഡിനെ പറ്റി ചിന്തിക്കണോ? വേണ്ട. ഈ റെഡ് നമുക്കങ്ങ് ഒഴിവാക്കാം അല്ലേ? നമുക്ക് നമ്മളുടെ പ്ലേയിങ് കാർഡ്സിന്റെ ഡെക്ക് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇവിടെ തന്നിട്ടുള്ളത്. ഇതിൽ നമുക്കറിയാം 52 കാർഡ് ഉണ്ട്, 26 റെഡും 26 ബ്ലാക്കും. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? 13 ഡയമണ്ട്, 13 ക്ലബ്സ്, 13 ഹാർട്സ്, 13 സ്പേഡ് ഒക്കെയാണ് ഉള്ളതെന്നൊക്കെ നമുക്കറിയാം. ഇതിന് നമുക്ക് ഇവിടെ പറഞ്ഞത് ബ്ലാക്ക് കാർഡ് എനിക്ക് കിട്ടി, അങ്ങനെയാണെങ്കിൽ അത് ക്യൂൺ ആകാനുള്ള പ്രോബബിലിറ്റി എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എനിക്ക് കിട്ടിയത് ബ്ലാക്ക് ആണെന്ന് എനിക്കറിയാം. പിന്നെ നമ്മൾ റെഡിനെ പറ്റി ചിന്തിക്കണോ? വേണ്ട. ഓക്കെ, അപ്പൊ എനിക്ക് ഇതാണ് കിട്ടിയത്. നമ്മൾ എന്താണ് ജീവിതത്തിൽ നമ്മളൊരു ലക്ഷ്യത്തിലേക്ക് നമ്മൾ മുന്നോട്ട് പോയാൽ പിന്നെ നമ്മള് മുമ്പ് എത്രയായിരുന്നു നമുക്ക് കിട്ടിയത്? അതായത് നമ്മളിപ്പോ എന്താണ് ഫൈനൽ പരീക്ഷയിലേക്ക് കടക്കാൻ വേണ്ടി പോവുകയായിരുന്നു. അപ്പൊ നമ്മൾ ഓണം പരീക്ഷയ്ക്ക് ഇത്ര കിട്ടി, ക്രിസ്മസ് പരീക്ഷയ്ക്ക് ഇത്ര കിട്ടി എന്ന് പറഞ്ഞ് നമ്മൾ ദുഃഖിച്ചിരിക്കേണ്ട കാര്യമുണ്ടോ? വേണ്ട. എന്താണ്? നേരെ നമ്മള് ഫൈനൽ പരീക്ഷയിലേക്ക് ഫോക്കസ് ചെയ്ത് നമ്മൾ പഠിക്കുന്നു. അതുപോലെ തന്നെയാണ് മക്കളെ ഇതും. എന്താണ് കിട്ടിയത്? എന്താണെന്ന് പറഞ്ഞു? ബ്ലാക്ക് കാർഡ് ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അത് ക്യൂൺ ആകാനുള്ള പ്രോബബിലിറ്റി എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ റെഡ് കാർഡിനെ പറ്റി ചിന്തിക്കണോ? വേണ്ട, യാതൊരുവിധ ആവശ്യമില്ല. നമ്മൾ റെഡിനെ പറ്റി ചിന്തിക്കുകയേ വേണ്ട. അപ്പൊ നമുക്ക് റെഡ് അങ്ങ് ഒഴിവാക്കാം. റെഡ് അല്ല കിട്ടിയത്, പിന്നെ നമ്മൾ എന്തിനാ റെഡിനെ പറ്റി ചിന്തിക്കുന്നേ? അതെ മക്കളെ, അപ്പൊ കിട്ടിയത് എന്താണ്? ബ്ലാക്ക് ആണ്. ബ്ലാക്കിനെ പറ്റി മാത്രം ചിന്തിച്ചാൽ മതി. അപ്പൊ നമ്മളുടെ ഇവിടുത്തെ സാമ്പിൾ സ്പേസ് എന്തായിട്ട് ചുരുങ്ങി? ബ്ലാക്ക് ആയിട്ട് ചുരുങ്ങി അല്ലേ? അപ്പൊ നമ്മളുടെ ഇവിടുത്തെ സാമ്പിൾ സ്പേസ്, മൊത്തം കാർഡ് എന്ന് പറയുന്ന സാമ്പിൾ സ്പേസിൽ നിന്ന് ഇവിടുത്തെ സാമ്പിൾ സ്പേസ് എന്തായിട്ട് ചുരുങ്ങി? ബ്ലാക്ക് ആയിട്ട് ചുരുങ്ങി. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമ്മളിവിടെ എന്താ ചെയ്യുന്നേ? നമ്മളിവിടെ ചെയ്തത് n ഓഫ് ഇവിടുത്തെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ഇവിടുത്തെ പ്രോബബിലിറ്റി എത്രയാ മക്കളെ വരുന്നേ? പ്രോബബിലിറ്റി ഓഫ് ക്യൂൺ, ഓക്കെ, ഗിവൺ കാർഡ് ഈസ് ബ്ലാക്ക്. ഓക്കെ, കാർഡ് ബ്ലാക്ക് ആണെന്ന് തന്നിട്ടുണ്ടായിരുന്നപ്പോൾ ക്യൂണ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്രയാ മക്കളെ? ബ്ലാക്ക് ക്യൂണ് 2 എണ്ണമാണ്. കാരണം റെഡ് അല്ല. പിന്നെ നമ്മൾ റെഡിനെ പറ്റി ചിന്തിക്കണോ? അതങ്ങ് ഒഴിവാക്കുന്നു. ഇതാ ഇങ്ങനെ കട്ട് ചെയ്ത് അങ്ങ് ഒഴിവാക്കും. ഓടി അല്ലേ? നമുക്ക് വേണ്ട അല്ലേ? അവനെ നമുക്ക് വേണ്ട. അപ്പൊ പിന്നെ ബാക്കി നോക്കിയേ, ബ്ലാക്ക് ആണ്. ബ്ലാക്കിൽ ക്യൂൺ എത്ര എണ്ണം ഉണ്ട് മക്കളെ? 2 എണ്ണം ഉണ്ട്. സോ 2/, എത്ര മൊത്തം കാർഡുകളാണ് നമ്മൾ നോക്കുന്നേ? 52 എടുത്ത് നോക്കണോ? വേണ്ട. കാരണം നമ്മള് റെഡ് അങ്ങ് ഒഴിവാക്കി. റെഡ് അല്ല. റെഡ് അല്ലാതാകുമ്പോൾ പിന്നെ അതിനെപ്പറ്റി ചിന്തിക്കണോ? വേണ്ട. ആ റെഡ് നമ്മൾ അങ്ങ് ഒഴിവാക്കി. അപ്പൊ പിന്നെ ബ്ലാക്ക് കാർഡിനെ പറ്റി മാത്രം ചിന്തിച്ചാൽ മതി. അപ്പൊ മൊത്തം എത്ര കാർഡാ ഉള്ളേ? 26. അഥവാ നമുക്ക് കിട്ടും 1/13. ഇവിടെ നമ്മൾ ബേസിക് ആയിട്ട് എന്താ മക്കളെ ചെയ്തേ? ഇവിടെ ബേസിക് ആയിട്ട് നമ്മൾ ചെയ്തത് നമ്പർ ഓഫ് ബ്ലാക്ക് ക്യൂൺ അല്ലേ? നമ്പർ ഓഫ് ബ്ലാക്ക് ക്യൂൺ ബൈ നമ്പർ ഓഫ് എന്താ ചെയ്തേ? ബ്ലാക്ക് കാർഡ്സ്. ഓക്കെ, ബ്ലാക്ക് ക്യൂണിന്റെ എണ്ണം ബൈ ബ്ലാക്ക് കാർഡുകളുടെ എണ്ണമാണ് നോക്കി. അതായത് നമ്മളെ സാമ്പിൾ സ്പേസ് എന്തായിട്ട് ചുരുങ്ങി മക്കളെ? സാമ്പിൾ സ്പേസ്, നമ്മളുടെ സാമ്പിൾ സ്പേസ് എന്ന് പറഞ്ഞാൽ മൊത്തം സാമ്പിൾ സ്പേസിൽ നിന്ന് അത് എന്തായിട്ട് മാറി? നമ്മളുടെ ബ്ലാക്ക് കാർഡ് ഗിവൺ കണ്ടീഷനിലേക്ക് നമ്മളുടെ സാമ്പിൾ സ്പേസ് ചുരുങ്ങി.
ഓക്കെ, നമ്മളുടെ മൊത്തം ഫേവറബിൾ കേസ് എന്ന് പറയുന്നത് എന്തായിട്ട് മാറി? ഇത് രണ്ടും കോമൺ ആയിട്ട് വരുന്നതായിട്ട് മാറി. ഇത് രണ്ടും കോമൺ ആയിട്ട് വരുന്നതായിട്ട് മാറി. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി എന്ന് പറയുന്നത്, ബി തന്നിട്ടുണ്ട്, എയുടെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് നമുക്ക് എന്താണെന്ന് പറയാം മക്കളെ? പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി, എയുടെ പ്രോബബിലിറ്റി ബി വന്നു എന്ന് നമ്മളെ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നോക്കിക്കേ, നമ്മളിവിടെ അതിന് രണ്ടിനും കോമൺ ആയിട്ടുള്ളതല്ലേ എടുത്തത്, കോമൺ ആയിട്ടുള്ള എണ്ണമല്ലേ എടുത്തത്. അതായത് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി ആണ് എടുത്തത്, കോമൺ ആണ് എടുത്തത്. എക്കും ബിക്കും കോമൺ ആണ് എടുത്തത്. ബൈ നോക്കിക്കേ, എന്തിന്റെ എണ്ണമാണ് എടുത്തത്? നമുക്ക് എന്താണോ തന്നിട്ടുണ്ടെന്ന് പറഞ്ഞത് അതിന്റെ എണ്ണം, നമുക്ക് എന്താണോ കിട്ടിയെന്ന് പറഞ്ഞ അതിന്റെ എണ്ണം, അത് നമ്മളുടെ പുതിയ സാമ്പിൾ സ്പേസ് പോലെ മാറിയിട്ടുണ്ട്. സോ എൻ ഓഫ് ബി. ഓക്കെ, അപ്പോ നമ്മൾ നോക്കിക്കേ, അപ്പൊ പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി ബൈ എൻ ഓഫ് ബി ആണ്. ഇനി ഇതിൽ നോക്കിക്കേ, നമ്മൾ രണ്ടിനെയും സാമ്പിൾ സ്പേസ്, നമ്മൾ ഒറിജിനൽ സാമ്പിൾ സ്പേസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും? ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും എൻ ഓഫ് എസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് സംഭവിക്കും മക്കളെ? എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി ബൈ എൻ ഓഫ് എസ് ബൈ എൻ ഓഫ് ബി ബൈ എൻ ഓഫ് എസ്. ഓക്കെ, ഡിവൈഡിങ് ബൈ എൻ ഓഫ് എസ്. രണ്ടും എൻ ഓഫ് എസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി ബൈ എൻ ഓഫ് എസ് ബൈ എൻ ഓഫ് ബി ബൈ എൻ ഓഫ് എസ്. ഓക്കെ, ഇത് എന്ത് വരും മക്കളെ? പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ബൈ പ്രോബബിലിറ്റി ഓഫ് എസ് എന്ന് വരും. സോറി, പ്രോബബിലിറ്റി ഓഫ് ബി എന്ന് വരും. ഓക്കെ, ആ ഒരു മോഡലിൽ വന്നില്ലേ മക്കളെ? അപ്പോ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമുക്കൊരു കണ്ടീഷൻ തന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, ഒരു ഇവന്റ്, ഒരു കാര്യം സംഭവിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, ഓക്കെ, സംഭവിച്ചു, മറ്റൊന്ന് സംഭവിക്കാനുള്ള പ്രോബബിലിറ്റി എത്ര എന്നുള്ള രീതിക്ക് തന്നാൽ, അതായത് ഒരെണ്ണം ഗിവൺ ആണ്, സംഭവിച്ചു, ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് നടക്കാനുള്ള പ്രോബബിലിറ്റി എത്ര എന്ന് പറഞ്ഞ് വേറൊരു ഇവന്റിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? പ്രോബബിലിറ്റി ഓഫ് അതിന് രണ്ടിന്റെയും ഇന്റർസെക്ഷൻ ബൈ നടന്നു എന്ന് പറഞ്ഞ കാര്യത്തിന്റെ പ്രോബബിലിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഓക്കെ, അതാണ് ബേസിക് ആയിട്ട് നമുക്ക് ഈ ഒരു വർഷം നമുക്ക് പഠിക്കാൻ വേണ്ടിയുള്ളത്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കണ്ടീഷണൽ പ്രോബബിലിറ്റി. എന്താണ് മക്കളെ? കണ്ടീഷണൽ പ്രോബബിലിറ്റി. ഓക്കെ, സോ എന്താണ് ഈ കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്? ദ പ്രോബബിലിറ്റി ഓഫ് ദ ഇവന്റ് ഇ ഈസ് കാൾഡ് കണ്ടീഷണൽ പ്രോബബിലിറ്റി. ഇ എന്ന് പറയുന്ന ഇവന്റിന്റെ പ്രോബബിലിറ്റിനെ കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്ന് പറയണമെങ്കിൽ, ഇഫ് ഇറ്റ് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഇ ഗിവൺ ദാറ്റ് എഫ് ഹാസ് ഓൾറെഡി ഒക്കേർഡ്. അങ്ങനെയാണെങ്കിൽ, ഓക്കെ, ഈയുടെ പ്രോബബിലിറ്റി നമ്മൾക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞത് എപ്പോഴായിരിക്കണം? എഫ് എന്ന് പറയുന്ന മറ്റൊരു ഇവന്റ് നേരത്തെ സംഭവിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ടുള്ളതായിരിക്കണം. ഓക്കെ, അതായത് ഈയുടെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കണം, എഫ് ഓൾറെഡി എന്തായി മക്കളെ? സംഭവിച്ചു കഴിഞ്ഞു. അങ്ങനെയുള്ള ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ട്, ഒരു കാര്യം സംഭവിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മറ്റൊന്നിന്റെ പ്രോബബിലിറ്റി എത്ര എന്നുള്ളതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്രോബബിലിറ്റി ഓഫ് ഇ ഗിവൺ എഫ്. എന്താ മക്കളെ? പ്രോബബിലിറ്റി ഓഫ് ഇ ഗിവൺ എഫ് എന്ന് പറയുന്നത്. അതായത് ഇ സംഭവിച്ചു, അങ്ങനെയെങ്കിൽ എഫിന്റെ പ്രോബബിലിറ്റി എത്ര? ഓക്കെ, ഇനി അത് എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം സാധനം തന്നെയാണ്. പ്രോബബിലിറ്റി ഓഫ് ഇ ഗിവൺ എഫ് ഈസ് നത്തിങ് ബട്ട് നമ്പർ ഓഫ് എലമെന്ററി ഇവന്റ്സ് ഫേവറബിൾ ടു ഇ ഇന്റർസെക്ഷൻ എഫ്. ഈ ഇന്റർസെക്ഷൻ എഫിലെ ആൾക്കാരുടെ എണ്ണം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് എലമെന്ററി ഇവന്റ്സ് വിച്ച് ആർ ഫേവറബിൾ ടു എഫ്. എഫിന്റെ എണ്ണം എൻ ഓഫ് ഇ ഇന്റർസെക്ഷൻ ബി ബൈ, നമുക്ക് സിമ്പിൾ ആയിട്ട് എന്ത് പറയാം മക്കളെ? എൻ ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് ബൈ എൻ ഓഫ് എഫ്. ഓക്കെ, ഇനി നമ്മൾ ഇതിനെ രണ്ടിനെയും നേരത്തെ പറഞ്ഞ പോലെ എൻ ഓഫ് എസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് എന്ത് കിട്ടും? പ്രോബബിലിറ്റി ഓഫ് ഇ ഇന്റർസെക്ഷൻ പ്രോബബിലിറ്റി ഓഫ് ഇ ഗിവൺ എഫ് ഈക്വൽസ് പ്രോബബിലിറ്റി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് ബൈ പ്രോബബിലിറ്റി ഓഫ് എഫ്, provided that probability of f is not equal to 0. ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു ഇവന്റ് സംഭവിച്ചു എന്ന് പറഞ്ഞ് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഡിനോമിനേറ്റർ അല്ലെങ്കിലും 0 ആവാൻ പറ്റത്തില്ല. ഓക്കെ, ബേസിക് ആയിട്ട് അതാണ് നമ്മൾ ഇവിടെ പറയുന്നത്. സോ നമുക്ക് പറയാം, ഇഫ് ഇ ആൻഡ് എഫ് ആർ ടു ഇവന്റ്സ് അസോസിയേറ്റഡ് വിത്ത് ദ സെയിം സാമ്പിൾ സ്പേസ്, ഒരേ സാമ്പിൾ സ്പേസിൽ ഡിസ്കസ് ചെയ്യുന്ന രണ്ട് ഇവന്റുകളാണ് ഇയും എഫും എന്നുണ്ടെങ്കിൽ, ഓക്കെ, of a random experiment, the conditional probability of the event E given that F has already occurred, that is P of E given F is given by P of E given F equal to P of E intersection F by P of F. Okay, probability of E given F equals probability of E intersection F by probability of F ആണ് വരുന്നത്, provided probability of F not equal to 0. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം മക്കളെ?
കുറച്ച് പ്രോപ്പർട്ടീസ്, കണ്ടീഷണൽ പ്രോപ്പർട്ടി റിലേറ്റ് ചെയ്യുന്ന കുറച്ച് പ്രോപ്പർട്ടീസ് പഠിക്കാം. ഇത് വെച്ച് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കും. ഇത് വെച്ചിട്ട് നമുക്ക് എന്താണ് പലതും അങ്ങോട്ടും ഇങ്ങോട്ടും ചിലത് തന്നിട്ടുണ്ടാകും, മറ്റു ചിലത് കണ്ടുപിടിക്കുക എന്നൊക്കെയുള്ള രീതിക്ക് നിങ്ങൾക്ക് ചോദിക്കും. അതുകൊണ്ട് ഇത് ശ്രദ്ധിക്കുക. ഓക്കെ, ആദ്യത്തെ let E and F be events of the sample space is of an experiment, then we have. ഓക്കെ, അപ്പൊ ഇ എം എഫ് എന്ന് പറയുന്നത് സാമ്പിൾ സ്പേസിലെ ഇവന്റുകളാണ്. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ പ്രോപ്പർട്ടി എന്താ പറയുന്നത്? പ്രോബബിലിറ്റി ഓഫ് എസ് ഗിവൺ എഫ്. ഓക്കെ, പ്രോബബിലിറ്റി ഓഫ് എസ് സാമ്പിൾ സ്പേസ് മൊത്തത്തിൽ സംഭവിക്കാനുള്ള, സാമ്പിൾ സ്പേസിൽ എന്തെങ്കിലും ഒരു സാധനം സംഭവിക്കാനുള്ള പ്രോബബിലിറ്റിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അത് അതിന്റെ അകത്തുള്ള എന്തെങ്കിലും സംഭവിച്ചാലും ശരി, സംഭവിച്ചില്ലെങ്കിലും ശരി, എന്തായാലും സാമ്പിൾ സ്പേസ് അല്ലേ സംഭവിക്കുള്ളൂ മക്കളെ. അതാണ് 1 എന്ന് പറയുന്നത്. ഇനി പ്രോബബിലിറ്റി ഓഫ് എഫ് ഗിവൺ എഫ് എന്ത് തന്നെയാണ്? 1 ആണ്. ഇനി ഇത് രണ്ടും നമുക്ക് വേണമെങ്കിൽ എക്സ്പ്ലനേഷൻ വെച്ച് ചെയ്യാം. പ്രോബബിലിറ്റി ഓഫ് എസ് ഇന്റർസെക്ഷൻ എഫ് എന്ന് പറഞ്ഞാലും പ്രോബബിലിറ്റി ഓഫ് എഫ് ഇന്റർസെക്ഷൻ എഫ് എന്ന് പറഞ്ഞാലും എന്താണ് മക്കളെ? പ്രോബബിലിറ്റി ഓഫ് എഫ് ആണ്. ഓക്കെ, എസ് ഇന്റർസെക്ഷൻ എഫ് എന്ന് പറയുന്നത് എഫ് ഇന്റർസെക്ഷൻ എഫ് എന്ന് പറയുന്നത് എഫിന് തുല്യം തന്നെയാണ്. സോ പ്രോബബിലിറ്റി ഓഫ് എഫ് ബൈ പ്രോബബിലിറ്റി ഓഫ് എഫ് വരും, ക്യാൻസൽ ആയി പോകും, 1 കിട്ടും. ഓക്കെ, ബേസിക് പ്രോപ്പർട്ടിയാണ്, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. 1 മാർക്കിനെങ്ങാനോ ചോദിച്ചാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റും. അടുത്ത പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എന്താണ് മക്കളെ? ഇഫ് എ ആൻഡ് ബി ആർ ടു ഇവന്റ്സ് ഓഫ് എ സാമ്പിൾ സ്പേസ് എസ് ആൻഡ് എഫ് ഈസ് എൻ ഇവന്റ് ഓഫ് എസ് സച്ച് ദാറ്റ് പി ഓഫ് എഫ് നോട്ട് ഈക്വൽ ടു 0. ഓക്കെ, എന്താണ്? എയും ബിയും സാമ്പിൾ സ്പേസിലെ 2 ഇവന്റുകളാണ്. എഫ് എന്ന് പറയുന്നത് മറ്റൊരു ഇവന്റ് ആണ്. അതിന്റെ പ്രോബബിലിറ്റി നോട്ട് ഈക്വൽ ടു 0 ആണ് എന്നുണ്ടെങ്കിൽ, ഓക്കെ, പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ഗിവൺ എഫ്. പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ഗിവൺ എഫ്. പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി എന്താ മക്കളെ? Probability of A union B equal to probability of A plus probability of B minus probability of A intersection B. Okay, ഇതിനെ എല്ലാത്തിനെയും probability of F കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് നമ്മുടെ സാധനം കിട്ടും സിമ്പിൾ ആയിട്ട്. ഓക്കെ, ആ ഒരു മോഡലിലാണ് ഇത് വരുന്നത്. മോഡൽ പഠിക്കാൻ വേണ്ടി എളുപ്പത്തിനാണ് കേട്ടോ പറഞ്ഞ. സോ പ്രോബബിലിറ്റി ഓഫ് A union B given F equals probability of A given F plus probability of B given F minus probability of A intersection B given F. ഓക്കെ, ക്ലിയർ അല്ലേ മക്കളെ? ഓക്കെ, ഇനി അടുത്ത് ഇതിന്റെ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടി ആയിട്ട് പറയുകയാണ്. അതായത് ഇതിന്റെ തന്നെ ഒരു സബ് പ്രോപ്പർട്ടിയാണിത്. എന്താണ്? ഇഫ് എ ആൻഡ് ബി ആർ ഡിസ്ജോയിന്റ് ഇവന്റ്സ്. എയും ബിയും ഡിസ്ജോയിന്റ് ഇവന്റ് ആണെന്ന് വിചാരിക്കുക. എയും ബിയും ഡിസ്ജോയിന്റ് ഇവന്റ് ആയുള്ള പ്രത്യേകത എന്താ മക്കളെ? എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് നൾ സെറ്റ് ആയിരിക്കും. എ ഇന്റർസെക്ഷൻ ബി എന്തായിരിക്കും മക്കളെ? നൾ സെറ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ എഫ് എന്ന് പറയുന്നത് എന്തായിരിക്കും മക്കളെ? നൾ സെറ്റ് ആയിരിക്കും. എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ എഫ് എന്ന് പറയുന്നത് നൾ സെറ്റ് ആയിരിക്കും. സോ അതിന്റെ പ്രോബബിലിറ്റി എന്തായിട്ട് പോകും? 0 ആയിട്ട് പോകും. സോ അതാണ് അടുത്ത് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഗിവൺ എഫ് ഈക്വൽസ് 0. ഓക്കെ, നൾ സെറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ പ്രോബബിലിറ്റിനെ പറ്റി ചിന്തിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല, അതെപ്പോഴും 0 ആയിരിക്കും. സോ പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഗിവൺ എഫ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പോഴാണ് എയും ബിയും ഡിസ്ജോയിന്റ് ആകുമ്പോൾ, അവർക്ക് കോമൺ ആയിട്ട് ഒരു എലമെന്റും ഇല്ലാതിരിക്കുമ്പോൾ. അങ്ങനെയാണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ഗിവൺ എഫ് എന്തായിരിക്കും? ഇവിടെ 0 ആയിട്ട് പോയില്ലേ, പിന്നെ അതിനെ പറ്റി ബോധർ ചെയ്യണോ? വേണ്ട. പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ എഫ് പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എഫ്. ഇത് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ടായിരുന്ന പ്രോപ്പർട്ടിയുടെ കൂടെ വരുന്നത് തന്നെയാണ്. പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. അതുപോലെ ഡിസ്ജോയിന്റ് ആണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് 0 ആയിരിക്കാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി എന്ന് പറയാം. അതിന്റെ എല്ലാത്തിന്റെയും ഗിവൺ എഫ് എന്നുള്ള മോഡലിലും കൂടെ ഇത് വന്നിട്ടുണ്ട്. ഓക്കെ, അടുത്ത് മൂന്നാമത്തെ പ്രോപ്പർട്ടി പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് ഇ കോംപ്ലിമെന്റ് ഗിവൺ എഫ്. പ്രോബബിലിറ്റി ഓഫ് ഇ കോംപ്ലിമെന്റ് ഗിവൺ എഫ്. ഓക്കെ, നോട്ട് ഇ ഗിവൺ എഫ്. ഓക്കെ, ഈ സംഭവിക്കാതിരിക്കാനുള്ള പ്രോബബിലിറ്റിനെ പറ്റി ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ 1 മൈനസ്. ഓക്കെ, സോ അതെങ്ങനെ ആയിരിക്കാം? 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് ഇ ഗിവൺ എഫ്. ഓക്കെ, ഇവിടെ നമുക്ക് എന്തെന്ന് പറയാം? ഇവിടെ നമുക്ക് പ്രോബബിലിറ്റി ഓഫ് മൊത്തത്തിൽ എഫിൽ നിന്ന് ഇന്റർസെക്ഷനും ഇന്റർസെക്ഷൻ അല്ലാത്തതും എടുത്തു വെച്ചാണ് നമ്മൾ പറയുന്നത്. സോ അതിൽ നമുക്ക് ഡയറക്റ്റ് പറയാന്നുള്ളതേ ഉള്ളൂ. ഡിസ്ജോയിന്റ് ഈ ഒരു പ്രോപ്പർട്ടി ഉപയോഗിച്ച് നമുക്ക് പറയാം. ഓക്കെ, പ്രോബബിലിറ്റി ഓഫ് ഇ യൂണിയൻ ഇ കോംപ്ലിമെന്റ് ഗിവൺ എഫ്. ഓക്കെ, ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ എഫ് പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ഇ ഗിവൺ എഫ് പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ഇ കോംപ്ലിമെന്റ് ഗിവൺ എഫ് എന്ന് പറയാം നമുക്ക്. ഇത് സാമ്പിൾ സ്പേസ് ആണ്. സോ അതിന്റെ പ്രോബബിലിറ്റി 1 ആയിരിക്കും. സോ 1 ഈക്വൽ ടു ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുന്നത് വരും, പുറത്തോട്ടെടുത്താൽ നമുക്ക് ഈ സാധനം കിട്ടും. സിമ്പിൾ ആയിട്ട് ബേസിക് ആയിട്ട് എന്താണ്? ഗിവൺ ഇല്ലാതെ ഡയറക്റ്റ് പറയുന്നത് എങ്ങനെയാണോ അതേപോലത്തെ പ്രോപ്പർട്ടി ഗിവണിനും സാറ്റിസ്ഫൈ ആകും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ ആണല്ലോ മക്കളെ? യെസ്. അപ്പൊ ഈ സാധനങ്ങൾ ജസ്റ്റ് നോക്കിയിരിക്കുക. ഓക്കെ, അടുത്ത് നമ്മൾ പഠിക്കുന്നത് അടുത്തൊരു ഇമ്പോർട്ടന്റ് തിയറം എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷൻ തിയറം ഓൺ പ്രോബബിലിറ്റി.
പ്രോബബിലിറ്റിക്കകത്തുള്ള മൾട്ടിപ്ലിക്കേഷൻ തിയറമാണ്, ഇമ്പോർട്ടന്റ് ആണ്. ഇതിൽ നിന്നൊരു ചോദ്യം ഷുവർ ആയിട്ടും ഉണ്ടാവാറുണ്ട്, 1 മാർക്കിനോ 2 മാർക്കിനോ അല്ലോ. ഓക്കെ, അപ്പൊ അതെന്താ പറയുന്നത്? ദ കണ്ടീഷണൽ പ്രോബബിലിറ്റി ഓഫ് ഇവന്റ് ഈ ഗിവൺ ദാറ്റ് എഫ് ഹാസ് ഒക്കേർഡ് ഈസ് ഗിവൺ ബൈ. ഓക്കെ, ഈ ഗിവൺ എഫ്, ഈ ഗിവൺ എഫിന്റെ പ്രോബബിലിറ്റി നമ്മൾ എന്താ പറഞ്ഞിട്ടുള്ളത്? പ്രോബബിലിറ്റി ഓഫ് ഈ ഗിവൺ എഫ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് ഈ ഇന്റർസെക്ഷൻ എഫ് ബൈ പ്രോബബിലിറ്റി ഓഫ് എഫ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി ഇത് തിരിച്ചു പറഞ്ഞാലോ? ഇത് നമുക്ക് എന്തും പറയാം മക്കളെ, പ്രോബബിലിറ്റി ഓഫ് എഫ് ഗിവൺ ഇ. നമുക്ക് ഇതുപോലെ തന്നെ തിരിച്ചും പറയാം, പ്രോബബിലിറ്റി ഓഫ് എഫ് ഗിവൺ ഇ എന്തായിരിക്കും? പ്രോബബിലിറ്റി ഓഫ് എഫ് ഗിവൺ ഇ ഈസ് നത്തിങ് ബട്ട് പ്രോബബിലിറ്റി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് ബൈ പ്രോബബിലിറ്റി ഓഫ് ഇ. ഓക്കെ, ഇത് നമുക്ക് തിരിച്ചും പറയാൻ പറ്റും. പ്രോബബിലിറ്റി ഓഫ് എഫ് ഗിവൺ ഇ എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് ബൈ പ്രോബബിലിറ്റി ഓഫ് ഇ ആയിരിക്കും. ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ആദ്യത്തെ നോക്കിക്കേ, ഇത് നമുക്ക് ക്രോസ് ചെയ്തൂടെ? പ്രോബബിലിറ്റി ഓഫ് എഫ് ഇങ്ങോട്ട് നമ്മൾ ക്രോസ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും മക്കളെ? പ്രോബബിലിറ്റി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എഫ് ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ഇ ഗിവൺ എഫ്. അതുപോലെ ഇപ്പുറത്ത് നമ്മൾ ക്രോസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? പ്രോബബിലിറ്റി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് ഇ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ഇ എഫ് ഗിവൺ ഇ. ഓക്കെ, അപ്പൊ പ്രോബബിലിറ്റി ഓഫ് ഏത് ഇന്റർസെക്ഷൻ എടുത്താലും ഓക്കെ ഒരെണ്ണത്തിൻ്റെത് ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് മറ്റേത് ഗിവൺ ഇത്, ആ ഒരു രീതിക്ക് നമുക്ക് എഴുതാൻ കഴിയും. ഓക്കെ, നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കുക. ഓക്കെ, അടുത്ത് ഇനി 3 എണ്ണമാണ് എന്ന് വിചാരിക്കുക. 3 ഇവന്റ്സ് ഇ എഫ് ജി എന്ന് പറയുന്ന 3 സാമ്പിൾ സ്പേസ് ഉണ്ട് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും മക്കളെ? പ്രോബബിലിറ്റി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് ഇന്റർസെക്ഷൻ ജി എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് ഇ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എഫ് ഗിവൺ ഇ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ജി ഗിവൺ ഇ ഇന്റർസെക്ഷൻ എഫ്. അതായത് നോക്കിക്കേ, നമ്മള് ഇ ആദ്യം എടുക്കുന്നു, രണ്ടാമത്തെ ആള് ഗിവൺ ആദ്യത്തേത് പറയുന്നു. ഓക്കെ, അടുത്തെന്ത് പറയുന്നു? മൂന്നാമത്തേത് ഗിവൺ ഇതിന്റെ രണ്ടിന്റെയും ഇന്റർസെക്ഷൻ പറയുന്നു. ഓക്കെ, ആ ഒരു രീതിക്ക് നമുക്ക് പറയാൻ പറ്റും. ഇതിനെ നമുക്ക് സിമ്പിൾ ആയിട്ട് ഈ ഒരു രീതിക്ക് ഡിനോട്ട് ചെയ്യാൻ പറ്റും. പ്രോബബിലിറ്റി ഓഫ് ഇ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എഫ് ഗിവൺ ഇ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ജി ഗിവൺ എഫ് എന്നുള്ള രീതിക്ക് നമുക്ക് പറയാൻ പറ്റും. ഇന്റർസെക്ഷൻ തന്നെയാണ് ചേർത്ത് എഴുതിയതേ ഉള്ളൂ. ക്ലിയർ ആണോ മക്കളെ? അപ്പൊ ഇതാണ് നമുക്ക് ഇതുപോലെ നമുക്ക് ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്ത് ഇങ്ങനെ പറഞ്ഞു പൊക്കോണ്ടിരിക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യം വന്നാൽ എഴുതാൻ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഇതൊന്ന് അറിഞ്ഞിരിക്കുക. ക്ലിയർ ആണോ മക്കളെ? ഇങ്ങനെ വന്നു എടുത്തു എന്നൊക്കെയുള്ള എല്ലാം പക്കല്ലേ? അങ്ങനെ നമുക്ക് അടുത്തതിലോട്ട് കിടക്കാം. സിമ്പിൾ ചാപ്റ്റർ ആണ്, ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാം. 1-2 പ്രോപ്പർട്ടീസ് ഒക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി കേട്ടോ. ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് എപ്പോഴാണ് 2 ഇവന്റ്സ് ഇൻഡിപെൻഡന്റ് ആണെന്ന് പറയുന്നത്? എപ്പോഴാണ് നമ്മൾ ഇൻഡിപെൻഡന്റ്? നിങ്ങളിപ്പോ ഇൻഡിപെൻഡന്റ് ആണോ മക്കളെ? അല്ല അല്ലേ? കാരണം നിങ്ങൾ എന്ത് ചെയ്യണം എടുക്കണമെന്ന് നിങ്ങളുടെ വീട്ടുകാർ ഡിസൈഡ് ചെയ്യും അല്ലെ. പലരും പറയും എന്റെ വീട്ടുകാരൊന്നും ഡിസൈഡ് ചെയ്യില്ല, ഞാനാണ് ഡിസൈഡ് ചെയ്യുന്നത് അല്ലേ. പക്ഷെ എന്താ അവസ്ഥ? അല്ല, നിങ്ങള് എവിടെ പഠിക്കണം, ഓക്കെ എന്ത് ചെയ്യണം എടുക്കണം എന്നൊക്കെയുള്ള ഒരു പരിധി വരെ നിങ്ങൾ വീട്ടുകാരെ എന്താണ് ഡിപ്പെൻഡ് ചെയ്താണ് നിൽക്കുന്നത്. ഓക്കെ, കാരണം നിങ്ങൾ പോകുന്നതിനനുസരിച്ചുള്ള ഡിസിഷൻസ് കാര്യങ്ങൾ അവരാണ് എടുക്കുന്നത്. അപ്പോ അവര് അത് പറ്റില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ പിന്നെ അത് ചെയ്യാൻ പാടുണ്ടോ? ഇല്ല. ഓക്കെ, സെയിം ഇത് തന്നെയാണ് നമ്മള് ഡിപ്പെൻഡൻസ് എന്ന് പറയുന്നത്. സോ 2 ഇവന്റുകൾ ഇൻഡിപെൻഡന്റ് ആണ് എന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇപ്പൊ പറഞ്ഞ എളുപ്പമുള്ള ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ എന്താണ്? നിങ്ങളുടെ വീട്ടുകാർ സ്ഥലം മാറി പോകുന്നു എന്ന് വിചാരിക്കുക. നിങ്ങൾ എന്ത് ചെയ്യും? വീട്ടുകാരുടെ കൂടെ പോകും അല്ലേ. അപ്പോ വീട്ടുകാർ എന്താണോ ചെയ്യുന്നത് അതിനനുസരിച്ചാണ് നിങ്ങളുടെ ലൈഫിന്റെ ട്രജക്ടറി മാറാൻ പോകുന്നത്. ഓക്കെ, അപ്പോ അതുപോലെ തന്നെ ഇവിടെ ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് എന്ന് പറയുമ്പോൾ ഒന്നും മറ്റേതിനെ എന്ത് ചെയ്യുന്നില്ല മക്കളെ? ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അവൻ എന്ത് സംഭവിച്ചോ ഏത് സംഭവിച്ചോ, അവൻ നടന്നാലും ശരി നടന്നില്ലെങ്കിലും ശരി, ഇവൻ നടക്കോ ഇല്ലയോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. യാതൊരു രീതിയിലും നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. ഓക്കെ, അപ്പോ യവൻ ചിലപ്പോ ഒരുത്തനെ കിട്ടി എന്ന് വിചാരിച്ച് മറ്റേത് കിട്ടാതിരുന്നാൽ അത് ഇൻഡിപെൻഡന്റ് ആവോ? ഇല്ല. അങ്ങനെ വന്നാൽ അത് ഇൻഡിപെൻഡന്റ് ആവില്ല കേട്ടോ. ഒരുത്തനെ കിട്ടി പക്ഷെ മറ്റേത് കിട്ടാതിരിക്കാം. ഫോർ എക്സാമ്പിൾ നമുക്ക് എന്ത് പറയാം? കോയിൻ ടോസ് ചെയ്യുന്നു. ആദ്യത്തെ കോയിൻ എനിക്ക് ഹെഡ്സ് കിട്ടി എന്ന് വിചാരിച്ച്, ആദ്യത്തെ കോയിൻ എനിക്ക് ഹെഡ്സ് കിട്ടി എന്ന് വിചാരിച്ച് എനിക്ക് രണ്ടാമത്തെ ഹെഡ്സ് കിട്ടണമെന്നോ ഹെഡ്സ് കിട്ടാതിരിക്കണമെന്നോ എന്തെങ്കിലും ഒന്നോ? ഓക്കെ, ആദ്യത്തെ ഹെഡ്സ് കിട്ടിയാലും ശരി, രണ്ടാമത്തെ ഹെഡ്സ് കിട്ടിയാലും ശരി, മൂന്നാമത്തെ ഹെഡ്സ് കിട്ടിയാലും ശരി, ഓരോന്നും ഇൻഡിവിജ്വൽ ആയിട്ട് ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. ഓക്കെ, അല്ലാതെ ഇവരെല്ലാവരും പരസ്പരം ഡിപ്പെൻഡ് ചെയ്താണോ ഇരിക്കുന്നത്? അല്ല. സോ ദേ ആർ ഇൻഡിപെൻഡന്റ്. അത് തന്നെയാണ് നമ്മളിവിടെ ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് എന്നും പറയുന്നത്. സോ if E and F are 2 events such that the probability of occurrence of one of them is not affected by the occurrence of the other. ഒരാൾ വന്നത് അല്ലെങ്കിൽ സംഭവിച്ചതോ മറ്റൊരാളെ അഫക്റ്റ് ചെയ്യുന്നില്ല.
ഓക്കെ, അവൻ സംഭവിച്ചത് കൊണ്ട് അവൻ സംഭവിക്കണം എന്നോ അവൻ സംഭവിക്കാത്തത് കൊണ്ട് അവൻ സംഭവിക്കണം എന്നോ യാതൊരുവിധ കാര്യവുമില്ല. ഓക്കെ, അവൻ സംഭവിച്ചു, ഓക്കെ, അവൻ സംഭവിക്കാം, സംഭവിക്കാതിരിക്കാം. ഓക്കെ, അങ്ങനെ യാതൊരു റിലേഷൻഷിപ്പ് അവർ തമ്മിൽ ഇല്ല എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻഡിപെൻഡന്റ് ഇവന്റ്സ്. അങ്ങനെയുള്ള ഇവന്റിനെ വിളിക്കുന്ന പേരാണ് എന്ത് മക്കളെ? ഇൻഡിപെൻഡന്റ് ഇവന്റ്സ്. ഓക്കെ, സോ 2 events E and F are said to be independent. 2 ഇവന്റുകൾ എപ്പോഴാണ് നമ്മൾ ഇൻഡിപെൻഡന്റ് ആണെന്ന് പറയുന്നത്? if probability of F given E എന്ന് പറയുന്നത് probability of F തന്നെയായിരിക്കും. അതായത് E സംഭവിച്ചു എന്ന് വിചാരിച്ച് എഫിന്റെ പ്രോബബിലിറ്റിക്ക് എന്തെങ്കിലും മാറ്റം സംഭവിക്കോ? ഓക്കെ, അതുപോലെ തിരിച്ച് എഫ് സംഭവിച്ചു എന്ന് വിചാരിച്ചുകൊണ്ട് ഇയുടെ പ്രോബബിലിറ്റിക്ക് എന്തെങ്കിലും മാറ്റം സംഭവിക്കോ? ഇല്ല. അങ്ങനെയുള്ള പ്രോബബിലിറ്റി വരുന്നതിനെയാണ് നമ്മൾ ഇൻഡിപെൻഡന്റ് എന്ന് വിളിക്കുന്നത്. സോ 2 events E and F are said to be independent if probability of F given E equals probability of F, probability of E given F equal to probability of. ഓക്കെ, ഒന്ന് സംഭവിച്ചു എന്ന് വെച്ചാൽ മറ്റേത് യാതൊരു വിധത്തിലും സംഭവിക്കാനുള്ള സാധ്യതയില്ല. ഇനി നമുക്ക് പ്രോബബിലിറ്റി ഓഫ് E given F എന്താണ്? പ്രോബബിലിറ്റി ഓഫ് E ഇന്റർസെക്ഷൻ F ബൈ പ്രോബബിലിറ്റി ഓഫ് F ആണ്. അത് ക്രോസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും മക്കളെ? പ്രോബബിലിറ്റി ഓഫ് E ഇന്റർസെക്ഷൻ F ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് E ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ്. ഓക്കെ, പ്രോബബിലിറ്റി ഓഫ് E ഇന്റർസെക്ഷൻ F ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് E ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് F. അപ്പൊ 2 ഇവന്റ്സ് ഒരു സാമ്പിൾ സ്പേസിൽ അല്ലെങ്കിൽ ഒരു റാൻഡം എക്സ്പെരിമെന്റിലെ 2 ഇവന്റ്സ് ഇൻഡിപെൻഡന്റ് ആണ് എന്നുണ്ടെങ്കിൽ ഓക്കെ, അവരുടെ എന്താണ് ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത്? ഇന്റർസെക്ഷന്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഓരോന്നിന്റെയും ഇൻഡിവിജ്വൽ പ്രോബബിലിറ്റിയുടെ പ്രൊഡക്റ്റ് ആയിരിക്കും. ഓക്കെ, സോ പ്രോബബിലിറ്റി ഓഫ് E ഇന്റർസെക്ഷൻ F ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് E ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് F. ഇമ്പോർട്ടന്റ് സാധനമാണ്. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് മസ്റ്റ് ആയിട്ട് ചോദിക്കും. ഒന്നുകിൽ ഇൻഡിപെൻഡന്റ് ആണെന്ന് കാണിക്കാൻ ചോദിക്കും, അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് ആണെന്ന് പറഞ്ഞ് ഇത് ഉപയോഗിച്ച് ചെയ്യാൻ വേണ്ടി ചോദിക്കും. ഏതെങ്കിലും ഒരു രീതിക്ക് ഒരു ചോദ്യം മസ്റ്റ് ആയിട്ടും വരും. അപ്പോ അറിയേണ്ട എന്താണ്? ഇൻഡിപെൻഡന്റ് ആയിട്ട് കണക്ട് ചെയ്ത് വരുന്നത് എന്താണ്? 2 ഇവന്റ്സ് ഇൻഡിപെൻഡന്റ് ആണെന്നുണ്ടെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് E ഇന്റർസെക്ഷൻ F ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് E ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് F. ഇൻഡിപെൻഡന്റ് ആണെന്ന് പറഞ്ഞാൽ ഇത് ശരിയാണ്. അപ്പൊ ഇത് അപ്ലൈ ചെയ്ത് നമുക്ക് അതിന്റെ പലതും ചെയ്യാൻ പറ്റും. ഇനി ഇൻഡിപെൻഡന്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ ചോദിച്ചാൽ പ്രോബബിലിറ്റി ഓഫ് E കണ്ടുപിടിക്കുക, F കണ്ടുപിടിക്കുക, ഇന്റർസെക്ഷൻ കണ്ടുപിടിക്കുക, ഇവരുടെ പ്രൊഡക്റ്റ് ഇവന് തുല്യമാണോ എന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, ഈ ഒരു രീതിക്കാണ് നമുക്ക് ഇതിന്റെ ഇൻഡിപെൻഡൻസിന്റെ പ്രോബ്ലംസ് ചെയ്യേണ്ടത്. അടുത്തത് ഇൻഡിപെൻഡന്റില് ഓർക്കേണ്ട അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടന്റ് പോയിന്റുകളാണ്. ആദ്യത്തെ 2 events E and F are said to be dependent. അവര് ഡിപ്പെൻഡന്റ് എന്ന് വിളിക്കുന്നപ്പോഴാണ് if they are not independent. അവര് ഇൻഡിപെൻഡന്റ് അല്ലാതാകുമ്പോൾ. ഇൻഡിപെൻഡന്റ് അല്ലാതാവുക എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോബബിലിറ്റി ഓഫ് E ഇന്റർസെക്ഷൻ F നോട്ട് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് E ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് F. ഓക്കെ, അപ്പോ അവരുടെ ഇൻഡിവിജ്വൽ പ്രോബബിലിറ്റിയുടെ പ്രൊഡക്റ്റ് അവരുടെ ഇന്റർസെക്ഷന്റെ പ്രോബബിലിറ്റിക്ക് തുല്യമല്ല എന്നുണ്ടെങ്കിൽ അവരെന്താകില്ല? ഇൻഡിപെൻഡന്റ് ആകില്ല. ഓക്കെ, 2 independent events having non-zero probabilities of occurrence cannot be mutually exclusive. Okay, എന്താണ്? And conversely, that is 2 mutually exclusive events having non-zero probabilities of occurrence cannot be independent. Okay, mutually അതായത് നോൺ സീറോ ആയിട്ടുള്ള 2 ഇവന്റുകൾ എന്താകാൻ പറ്റൂല? മ്യൂച്വലി ഇൻഡിപെൻഡന്റും മ്യൂച്വലി എക്സ്ക്ലൂസീവും ഇൻഡിപെൻഡന്റും ആകാൻ പറ്റില്ല. രണ്ടും ഒരേ സമയം സംഭവിക്കാൻ പറ്റില്ല. മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒന്ന് സംഭവിച്ചാൽ മറ്റൊന്ന് സംഭവിക്കില്ല. ഓക്കെ, രണ്ടിൽ ഏതെങ്കിലും ഒന്നേ സംഭവിക്കുള്ളൂ. അതാണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ്. ഒന്ന് സംഭവിച്ചെന്ന് വെച്ചാൽ മറ്റൊന്ന് സംഭവിക്കില്ല. ഓക്കെ, ഇൻഡിപെൻഡന്റ് എന്ന് പറയുമ്പോഴോ ഒന്നിന്റെ പ്രോബബിലിറ്റി മറ്റേ ഡിപ്പെൻഡ് പോലും ചെയ്യുന്നില്ല. അപ്പൊ ഇത് സംഭവിച്ചെന്ന് വെച്ചാൽ മറ്റേ സംഭവിക്കാനോ സംഭവിക്കാതിരിക്കാനോ യാതൊരുവിധ സാധ്യതയില്ല എന്നല്ല, യാതൊരുവിധ കോട്ടവും സംഭവിക്കും. അതിന്റെ സാധ്യതയ്ക്ക് യാതൊരു കോട്ടവും സംഭവിക്കുന്നില്ല എന്ന് നമുക്ക് പറയാം. ഓക്കെ, അതിന് എത്രയാണോ പ്രോബബിലിറ്റി ഉണ്ടായിരുന്നത് അതേ പ്രോബബിലിറ്റി തന്നെയാണ് വീണ്ടും ഉണ്ടാവുക. ക്ലിയർ ആണല്ലോ മക്കളെ? അപ്പോ നമുക്ക് എന്ത് പറയാം? ഒരു മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ്സ് ഇൻഡിപെൻഡന്റ് ആകില്ല, ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് മ്യൂച്വലി എക്സ്ക്ലൂസീവോ ആകില്ല, നോൺ സീറോ ഇവന്റ്സ് ആണെങ്കിൽ. അടുത്ത് 3 events A, B and C are said to be mutually independent. A, B, C എന്ന് പറയുന്ന 3 ഇവന്റ് മ്യൂച്വലി ഇൻഡിപെൻഡന്റ് ആകുന്നത് എപ്പോഴാണ് മക്കളെ? അവര് ഇൻഡിവിജ്വൽ ആയിട്ട് പെയർ വൈസ് ഇൻഡിപെൻഡന്റ് ആയിരിക്കണം. എല്ലാവരും കൂടെ കോമൺ ആയിട്ട് ഇന്റർസെക്ട് ചെയ്യുമ്പോഴും ഇൻഡിപെൻഡന്റ് ആയിരിക്കണം. ഓക്കെ, അതായത് പെയർ വൈസ് എന്തായിരിക്കണം? പെയർ വൈസ് ആയിട്ടുള്ള ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ പ്രൊഡക്റ്റിന് തുല്യമായിരിക്കണം. അതായത് പ്രോബബിലിറ്റി ഓഫ് A ഇന്റർസെക്ഷൻ B ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് A ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് B, പ്രോബബിലിറ്റി ഓഫ് A ഇന്റർസെക്ഷൻ C ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് A ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് C, പ്രോബബിലിറ്റി ഓഫ് B ഇന്റർസെക്ഷൻ C ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് B ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് C, പ്രോബബിലിറ്റി ഓഫ് A ഇന്റർസെക്ഷൻ B ഇന്റർസെക്ഷൻ C ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് A ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് B ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് C. ഓക്കെ, ഇത് ഇത്രയും ശരിയാണെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ?
3 ഇവന്റുകൾ മ്യൂച്വലി ഇൻഡിപെൻഡന്റ് ആണെന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിന് കോട്ട സംഭവിച്ചാൽ നമുക്ക് എന്ത് പറയാം? അവര് ഇൻഡിപെൻഡന്റ് അല്ല, മ്യൂച്വലി ഇൻഡിപെൻഡന്റ് അല്ല എന്ന് പറയാം. ഇനി ഒരെണ്ണവും കൂടെ വന്നാൽ ഇതുപോലെ. ഓക്കെ, 2 പേര് വെച്ചുള്ളത് നോക്കുക, 3 പേര് വെച്ചുള്ളത് നോക്കുക, 4 പേര് വെച്ചുള്ളത് നോക്കുക, ആ രീതിക്ക് പൊയ്ക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ 2 പേര് മ്യൂച്വലി ഇൻഡിപെൻഡന്റ് ആവുക അല്ലെങ്കിൽ 2 പേര് ഇൻഡിപെൻഡന്റ് ആവുക എന്ന് പറഞ്ഞാൽ പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് ബി ആണ്. 3 പേര് വന്നാലോ ഇൻഡിവിജ്വൽ ആയിട്ട് ഇൻഡിപെൻഡന്റ് ആകണം, മൊത്തത്തിൽ ഇന്റർസെക്ഷൻ എടുക്കുന്നതും ഇൻഡിവിജ്വൽ പ്രൊഡക്റ്റിന് തുല്യമാകണം. ക്ലിയർ ആണോ മക്കളെ? ഇനി അടുത്തൊരു പോയിന്റ്, എയും എഫും ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ, ഇയും എഫും ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ ഇ ഡാഷും എഫും ഇൻഡിപെൻഡന്റ് ആയിരിക്കും. ഒരെണ്ണം നടക്കാതിരിക്കുന്നത് മറ്റൊന്ന് നടക്കുന്നത് ഇൻഡിപെൻഡന്റ് ആയിരിക്കും. അതുപോലെ രണ്ടിന്റെയും കോംപ്ലിമെന്റ് എന്തായിരിക്കും? ഇൻഡിപെൻഡന്റ് ആയിരിക്കും. അപ്പൊ ഇയും എഫും ഇൻഡിപെൻഡന്റ്. ചിലപ്പോൾ നിങ്ങൾക്ക് ചോദിക്കുന്ന ആ രീതിക്കായിരിക്കും ഇയും എഫും ഇൻഡിപെൻഡന്റ് ആണോ എന്നായിരിക്കും ചോദിക്കുന്ന. ഈ കോംപ്ലിമെന്റ് എഫ് കോംപ്ലിമെന്റ് വെച്ചൊക്കെ ആയിരിക്കും തന്നിട്ടുണ്ടാവുക. അപ്പൊ അതൊക്കെ വെച്ച് നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. ക്ലിയർ ആണോ മക്കളെ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ഇൻഡിപെൻഡന്റ് എന്ന ചോദ്യം മസ്റ്റ് ആയിട്ട് ഉണ്ടാവും. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മളൊരു ഇമ്പോർട്ടൻറ്റ് തിയറത്തിലേക്ക്, ഒരു വലിയൊരു ചോദ്യത്തിലേക്ക്, 4 മാർക്കിന്റെ ഒരു ചോദ്യത്തിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. അതിന്റെ ബേസിക് സാധനമാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. പാർട്ടീഷൻ ഓഫ് എ സാമ്പിൾ സ്പേസ്. എന്താണ് മക്കളെ പാർട്ടീഷൻ ഓഫ് എ സാമ്പിൾ സ്പേസ്? ഒരു സാമ്പിൾ സ്പേസിനെ പാർട്ടീഷൻ ചെയ്യുക. എന്താണ് ഈ പാർട്ടീഷൻ ചെയ്യുക എന്ന് പറയുന്നത്? ഭാഗം വെക്കുക അല്ലെ? എങ്ങനെയാണ് ഈ ഭാഗം വെക്കുന്നത്? സപ്പോസ് നിങ്ങളുടെ ഒരു അങ്കിൾ അല്ലെങ്കിൽ എന്താണ്, നമുക്ക് എന്താ ഒരു ക്യാരക്ടറിനെ തന്നെ കൊടുക്കാം അല്ലെ? ഓക്കെ, രാഹുൽ എന്ന് പറഞ്ഞ ഒരാള്, റാം എടുക്കാം. റാം അയാളുടെ 4 മക്കൾക്കുമായിട്ട് അയാളുടെ വസ്തു ഭാഗം വെച്ചു. ഇതാണ് അയാളുടെ വസ്തു. നമുക്ക് റെക്ടാങ്കിൾ എടുക്കാം, സാമ്പിൾ സ്പേസ് പറയാൻ എളുപ്പമാണ്. റാം അയാളുടെ കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു, അത് 3 മക്കൾക്കുമായിട്ട് ഭാഗം വെച്ചു. എങ്ങനെയായിരിക്കും മക്കളെ ഭാഗം വെക്കുന്നത്? ഭാഗം വെക്കുമ്പോൾ അയാൾ എന്ത് ചെയ്യും? അവർ 3 പേർക്ക് തുല്യമായിട്ട് തന്നെ വെക്കണമെന്നൊന്നുമില്ല. അയാൾക്ക് പ്രിയം കൂടിയത് ഒരു മോനുണ്ടായിരുന്നു, അവന് കുറച്ച് കൂടുതൽ ഭാഗം കൊടുത്തു. ഓക്കെ, ഒരു പൊട്ടക്കിണർ ഉണ്ടായിരുന്നു, അവർക്ക് അത് വേറൊരുത്തന് കൊടുത്തു. അങ്ങനെ എങ്ങനെ കൊടുത്തു? അവര് ഭാഗം വെച്ചു. ഓക്കെ, ഈ ഒരു മോഡലിന് ഭാഗം വെച്ചു. എങ്ങനെയാ ഭാഗം വെക്കുന്നത്? ഭാഗം വെക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കും? അയാളുടെ മുഴുവൻ സ്വത്തും ഭാഗം വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കും അല്ലെ? മുഴുവൻ സ്വത്തും ഭാഗം വെച്ചില്ലെങ്കിൽ എന്താകും? അവിടെ അടിയാകും. അപ്പൊ മുഴുവൻ സ്വത്തും പൂർണ്ണമായിട്ടും ഭാഗം വെക്കും അല്ലെ? ഇനി 2 മക്കൾക്ക് ഒരേ സ്വത്ത് ഭാഗം വെക്കോ? ഇവിടെ ഒരു കുളമുണ്ട്, അത് നിങ്ങളൊരു കാര്യം ചെയ്തോ, നീ കുറച്ച് അല്ലെങ്കിൽ ഇവിടെ നല്ലൊരു ഉറവയുണ്ട്, നിങ്ങൾ മക്കൾ അത് വീതിച്ചെടുത്തോ എന്നൊക്കെ പറഞ്ഞ് ആർക്കും ഭാഗം, അതിന്റെ കൃത്യമായിട്ടുള്ള അളവൊന്നും പറയാതെ വെറുതെ അതങ്ങ് മൊത്തത്തിൽ അത് അവിടെ കോമൺ ആയിട്ട് കിടന്നോട്ടെ, നിങ്ങൾ അങ്ങ് എടുത്തു എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഭാഗം വെക്കുമ്പോൾ വെക്കാൻ പറ്റുമോ? ഇല്ല. അങ്ങനെ വെച്ചാലുള്ള കുഴപ്പം എന്താ? അങ്ങനെ വെച്ചാൽ പിന്നീട് അത് അടിയാവും അല്ലെ? അത് ആർക്ക് സ്വന്തം എന്നൊക്കെ പറഞ്ഞാൽ അത് പിന്നെ തർക്കത്തിലേക്ക് വഴിമാറും. അപ്പൊ നമ്മൾ ഭാഗം വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യം പൂർണ്ണമായിട്ടും ഭാഗം വെക്കുക. ഓക്കെ, പൂർണ്ണമായിട്ട്, അതായത് എല്ലാവരുടെ ഭാഗവും ചേർത്ത് വെക്കുമ്പോൾ അയാളുടെ സ്വത്ത് കിട്ടും, പൂർണ്ണമായിട്ട് അത് കിട്ടും. ഓക്കെ, ഇനി 2ഓ 3ഓ പേർക്ക് കോമൺ ആയിട്ടൊന്നും കൊടുക്കത്തില്ല. അവര് മ്യൂച്വലി എന്തായിരിക്കും? മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയിരിക്കും, അവർക്ക് കോമൺ ആയിട്ടൊന്നും കാണില്ല. അതാണ് പാർട്ടീഷന്റെ പ്രത്യേകത. അത് തന്നെയാണ് നമ്മൾ ഇവിടെയും പാർട്ടീഷൻ ചെയ്യുന്നത്. നമ്മൾ പാർട്ടീഷൻ ചെയ്യുന്നത് എന്തിനാണ്? സാമ്പിൾ സ്പേസിനെയാണ്. The events E1, E2, E3 etc. represents a partition of sample space. ഈ E1, E2, E3 എന്ന് പറയുന്നത് സാമ്പിൾ സ്പേസിന്റെ ഒരു പാർട്ടീഷൻ ആയിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്താൽ ഓക്കെ, അവരെന്തായിരിക്കണം? പെയർ വൈസ് ഡിസ്ജോയിന്റ് ആയിരിക്കണം. അവരുടെ ഏത് 2 ആൾക്കാരെടുത്താലും അവരുടെ ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത് നൾ സെറ്റ് ആയിരിക്കണം. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്, പെയർ വൈസ് ഡിസ്ജോയിന്റ് ആയിരിക്കണം. ഓക്കെ, അടുത്ത് അവർ എക്സോസ്റ്റീവ് ആയിരിക്കണം. എന്താണ് മക്കളെ എക്സോസ്റ്റീവ് എന്ന് പറഞ്ഞാൽ? എല്ലാം കൂടെ യൂണിയൻ എടുക്കുമ്പോൾ സാമ്പിൾ സ്പേസ് കിട്ടണം. മൊത്തത്തിൽ അവരുടെ മക്കളുടെ എല്ലാവരുടെ സ്വത്തും കൂടെ ചേർത്ത് വെച്ചപ്പോൾ പിതാവിന്റെ സ്വത്ത് കിട്ടി, അച്ഛന്റെ സ്വത്ത് കിട്ടി അല്ലെ മാതാവിന്റെ സ്വത്ത് കിട്ടി. ഓക്കെ, പാരന്റ് സ്വത്ത് കിട്ടി. ആ ഒരു കോൺസെപ്റ്റ് ഏതാണോ ഭാഗം വെച്ചത്, ആ ഭാഗം വെച്ച സ്വത്തുക്കൾ എല്ലാം കൂടെ ചേർത്ത് വെക്കുമ്പോൾ പൂർണ്ണ രൂപത്തിലേക്ക് അതെത്തി. അത് തന്നെയാണ് നമ്മൾ ഇവിടെയും ചെയ്യുന്ന. യൂണിയൻ എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? സാമ്പിൾ സ്പേസ് കിട്ടണം, എക്സോസ്റ്റീവ് ആയിരിക്കണം. ഓക്കെ, അടുത്തെന്താ പറയുന്നേ? ആൻഡ് ഹാവ് നോൺ സീറോ പ്രോബിലിറ്റീസ്. അതില് എന്തായിരിക്കണം? എല്ലാവർക്കും എന്തെങ്കിലും ഒരു പ്രോബിലിറ്റി വേണം. അങ്ങനെ പ്രോബിലിറ്റി ഇല്ല എന്നുള്ളതാണെങ്കിൽ എനിക്ക് കുറച്ച് സ്വത്ത് എനിക്ക് കുറച്ച് പേർക്ക് വീതിച്ചു കൊടുത്തിട്ട് ബാക്കി എല്ലാവർക്കും കുറെ കൊടുത്തിട്ടുണ്ടെന്ന് വെറുതെ പറയാം അല്ലേ? കാര്യമുണ്ടോ? അവർക്കത് കിട്ടണം, അപ്പോഴേ എനിക്കത് എന്റെ സ്വത്തിലേക്ക് വരും, അല്ലെങ്കിൽ എൻ്റെ എന്നുള്ള ഭാഗമായിട്ട് എനിക്ക് കണക്കാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ ഇവിടെ പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് എത്ര എണ്ണം വേണം ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരുന്നിട്ട് കാര്യമുണ്ടോ? അപ്പൊ നമ്മൾ എന്താ ഇവിടെ പറയുന്നത്?
അവരുടെ മ്യൂച്വലി എന്താണ് പെയർ വൈസ് ഡിസ്ജോയിന്റ് ആയിരിക്കണം, മ്യൂച്വലി എക്സോസ്റ്റീവ് ആയിരിക്കണം. ഓക്കെ, പെയർ വൈസ് ഡിസ്ജോയിന്റ് എന്ന് പറയുന്നത് മ്യൂച്വലി എക്സ്ക്ലൂസീവ്. അതുപോലെ തന്നെ എന്തായിരിക്കണം, നോൺ സീറോ പ്രോബിലിറ്റീസ് ആയിരിക്കണം. അങ്ങനെയുള്ള ഇവന്റുകളെയാണ് നമ്മൾ പാർട്ടീഷൻ എന്ന് വിളിക്കുന്നത്. ആ ഇവന്റുകളെല്ലാം കൂടെ ചേർത്ത് വെക്കുമ്പോൾ സാമ്പിൾ സ്പേസ് കിട്ടണം. ഓരോരുത്തർക്കും കോമൺ ആയിട്ടൊന്നും ഉണ്ട്, രണ്ടുപേരെ ചേർത്താൽ അവർക്ക് കോമൺ ആയിട്ടൊന്നും ഉണ്ടാകാൻ പാടില്ല. ഓക്കെ, ഇനി അതുപോലെ തന്നെ എന്താണ്, അവർക്കൊക്കെ എന്തെങ്കിലും പ്രോബിലിറ്റി വാല്യൂസ് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. സോ അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ സാമ്പിൾ പാർട്ടീഷൻ എന്ന് പറയുന്നത്. ഇനി തിയറം ഓഫ് ടോട്ടൽ പ്രോബിലിറ്റി. തിയറം ഓഫ് ടോട്ടൽ പ്രോബിലിറ്റി, അതായത് നമ്മൾ എന്തെടുക്കുന്നു, ഇവിടെ ഒരു ഇവന്റ് എടുക്കുന്നു, എ എന്ന് പറയുന്ന ഒരു ഇവന്റ്, എ എന്ന് പറയുന്ന ഒരു ഇവന്റ്. ഓക്കെ, ഇതിൽ എസിനകത്തുള്ള എ എന്ന് പറയുന്ന ഒരു ഇവന്റ് ആണ്. അവൻ ചിലപ്പോൾ എല്ലാത്തിലും വരും, ചിലപ്പോൾ ചിലതിൽ വരുന്നില്ല എന്നിരിക്കും, എങ്ങനെയെങ്കിലും ഇരിക്കട്ടെ. സോ നമുക്ക് സപ്പോസ് ഇവിടെ നിന്ന് ഇങ്ങനെ ഉണ്ടായിരുന്നു വിചാരിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, മൊത്തം നമ്മൾ പാർട്ടീഷൻ ചെയ്തില്ലേ, ഇവനെ നമുക്ക് എന്ത് തിരിക്കാം, ഇത് E1 E2 E3 E4 E5 ഇങ്ങനെയാണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കിക്കേ, എ ഗിവൺ E1, E1-ൽ എ വന്ന ഭാഗം, E2-ൽ എ വന്ന ഭാഗം, E3-ൽ എ വന്ന ഭാഗം, E5-ൽ എ വന്ന ഭാഗം, E4-ൽ എ വന്ന ഭാഗം എന്ന് പറഞ്ഞ് എ നമുക്ക് മൊത്തത്തിൽ തിരിച്ചുവിടെ. ഇവിടെ നിങ്ങൾക്ക് ഡൗട്ട് തോന്നും, E4-ൽ ഇല്ലല്ലോ എന്ന്. അപ്പൊ അതിന്റെ ഇന്റർസെക്ഷൻ എന്തായിട്ട് പൊക്കോളും, 0 ആയിട്ട് പൊക്കോളും. ഓക്കെ, നമുക്കത് ബാധിക്കുന്നില്ല. കാരണം ചിലപ്പോ നമ്മൾ അവിടെ ഇല്ല എന്ന് വിചാരിച്ച് അവനെ ഒഴിവാക്കിയ ചിലപ്പോൾ അവരുടെ തുമ്പത്തോലം കയറിയിട്ടുണ്ടെങ്കിലോ നമുക്ക് അറിയില്ല. ഓക്കെ, അപ്പൊ നമുക്ക് മൊത്തത്തിൽ എല്ലാരെയും പാർട്ടീഷനായിട്ട് തിരിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ എല്ലാവരുടെ ഭാഗങ്ങളുടെയും എ വന്നിട്ടുള്ള ഭാഗങ്ങളുടെ സം എടുത്താൽ നമുക്ക് നിർബന്ധമായിട്ട് എന്ത് കിട്ടും, എ ടോട്ടൽ കിട്ടും. ഓക്കെ, അതാണ് എന്തെന്ന് പറയുന്ന തിയറം ഓഫ് ടോട്ടൽ പ്രോബിലിറ്റി. അപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരു ഇവന്റ് ഇങ്ങനെ പാർട്ടീഷൻസ് ആയിട്ട് തിരിക്കാൻ പറ്റുന്നു എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഇവന്റിന്റെ പ്രോബിലിറ്റി എന്ന് പറയുന്നത് ഓരോ ഇൻഡിവിജ്വൽ ആൾക്കാരുടെയും ഗിവൺ ആയിട്ട് വന്നിട്ടുള്ള പ്രോബിലിറ്റിയുടെ സമ്മിന് തുല്യമായിരിക്കും. കാരണം എക്സോസ്റ്റീവ് ആവുന്നതുകൊണ്ട് ഓരോ യൂണിയൻ എന്ന് പറയുന്നത് പ്ലസ് ഇട്ട് പോയാൽ മതിയാകും. ഓക്കെ, കാരണം അവർക്ക് എന്തല്ല, അവർക്ക് തമ്മിൽ ഇന്റർസെക്ഷൻ, അവർ ഡിസ്ജോയിന്റ് സെറ്റ്സ് ആണ്. സോ നമുക്കത് കോമൺ നോക്കേണ്ട കാര്യമില്ല, ഓരോരുത്തരുടെ ആയിട്ട് നോക്കിയാൽ മതിയാകും. അതാണ് നമ്മളിവിടെ. സോ പ്രോബിലിറ്റി ഓഫ് എ എന്ന് പറയുന്നത് പ്രോബിലിറ്റി ഓഫ് ഇ ഇൻറ്റു പ്രോബിലിറ്റി ഓഫ്, സോ ഇന്റർസെക്ഷൻ ആണ് എടുക്കുന്ന. ഓക്കെ, സോ എയുടെ പ്രോബിലിറ്റി അല്ലേ നോക്കുന്നത്, അപ്പൊ അതിന്റെ ഇന്റർസെക്ഷൻ നോക്കണം. ഇതിന്റെ എല്ലാത്തിന്റെയും ഈ ഓരോ പാർട്സിന്റെയും ഇന്റർസെക്ഷൻ ആണ് നമുക്ക് ആവശ്യം. ഓക്കെ, അപ്പൊ പ്രോബിലിറ്റി ഓഫ് ഇ ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ E1 പ്ലസ് പ്രോബിലിറ്റി ഓഫ് E2 ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ E2 എക്സെട്ര പ്രോബിലിറ്റി ഓഫ് En ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ En. ഓക്കെ, ആ ഒരു രീതി നമുക്ക് എ ആണ് കിട്ടേണ്ടത്. എയുടെ പ്രോബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്, പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ E1 plus probability of A intersection E2 plus probability of A intersection E3 plus probability of A intersection E5 plus probability of A intersection E4. ആ ഒരു രീതിക്ക് നമുക്ക് എല്ലാത്തിന്റെയും ഇന്റർസെക്ഷൻ വരുന്നത് സം ചെയ്യുന്നതാണ്. ഇന്റർസെക്ഷൻ വരുന്നത് നമ്മൾ തൊട്ട് മുമ്പ് മൾട്ടിപ്ലിക്കേഷൻ ഇതിൽ നമ്മൾ പഠിച്ചതേ ഉള്ളൂ, ഇവിടെ നമ്മൾ പഠിച്ചതേ ഉള്ളൂ. ഓക്കെ, ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇത് ഇൻഡിപെൻഡന്റ് അല്ലേ, ഇത് ഇൻഡിപെൻഡന്റ് ആണ്. അപ്പൊ തൊട്ട് മുമ്പ് ഇവിടെ നമ്മൾ പഠിച്ചതേ ഉള്ളൂ. ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത് E ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് എഫ് ഗിവൺ ഇ, ആ ഒരു മോഡലാണ് എന്ന് നമ്മൾ പറഞ്ഞു. അതേ സെയിം പ്രോപ്പർട്ടിയാണ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. ജസ്റ്റ് ഈ തിയറംസ് ഒക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക, ജസ്റ്റ് എഴുതി നോക്കിയാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് അത് കിട്ടും കേട്ടോ. ക്ലിയർ ആണോ മക്കളെ? അങ്ങനെയാണെങ്കിൽ ബേസ് തിയറം പഠിക്കും, ഇമ്പോർട്ടൻസ് ആണ്, മസ്റ്റ് ക്വസ്റ്റ്യൻ വരും. ഓക്കെ, നമ്മൾ നേരത്തെ പഠിച്ചത് ഇതിലേക്ക് എത്താൻ വേണ്ടിയാണ്. എന്താണ് ബേസ് തിയറം പറയുന്നത്? If E1, E2, E3, etc. En are n non-empty events which constitute a partition of a sample space. Okay, E1, E2, E3 എന്നൊക്കെ പറയുന്നത് എസിലെ ഒരു സാമ്പിൾ സ്പേസിന്റെ പാർട്ടീഷൻ ആണ് എന്ന് വിചാരിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ E1, E2, E3 എന്ന് പറഞ്ഞ പെയർ വൈസ് ഡിസ്ജോയിന്റ് ആയിരിക്കും ആൻഡ് യൂണിയൻ എസ് ആയിരിക്കും. പാർട്ടീഷന്റെ പ്രോപ്പർട്ടീസ് ആണ് പറഞ്ഞത്. ആൻഡ് എ ഈസ് എനി ഇവന്റ് ഓഫ് നോൺ സീറോ പ്രോബിലിറ്റി. എ എന്ന് പറയുന്നത് ഏതെങ്കിലും എസിന്റെ അകത്ത് വരുന്നൊരു ഇവന്റ് ആണ് എന്ന് കരുതുക, നോൺ സീറോ പ്രോബിലിറ്റി ഉള്ളൊരു ഇവന്റ് ആണ് എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ പ്രോബിലിറ്റി ഓഫ് ഇ ഐ ഗിവൺ എ, നമുക്കറിയാം പ്രോബിലിറ്റി ഓഫ് ഇ ഐ ഗിവൺ എ നമുക്ക് എങ്ങനെ എഴുതാം? നമുക്ക് പ്രോബിലിറ്റി ഓഫ് ഇ ഐ ഗിവൺ എ ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് ഇ ഐ ഇന്റർസെക്ഷൻ എ ബൈ പ്രോബിലിറ്റി ഓഫ് എ അല്ലേ? ഇതെങ്ങനെ എഴുതാം? പ്രോബിലിറ്റി ഓഫ് ഇ ഐ ഇന്റർസെക്ഷൻ എ എങ്ങനെ എഴുതാം? പ്രോബിലിറ്റി ഓഫ് A given EI into probability of EI by എന്ത് എഴുതാം? പ്രോബിലിറ്റി ഓഫ് എ. പ്രോബിലിറ്റി ഓഫ് എ നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ചു. എങ്ങനെയാണ് പ്രോബിലിറ്റി ഓഫ് എ? ഓരോ ഇൻഡിവിജ്വൽ ആയിട്ട് വരുന്നതും. ഓക്കെ, ഈ എന്ന് പറയുന്ന പാർട്ടീഷൻ ആയതുകൊണ്ട് തന്നെ ഇവിടെ നോക്കിക്കേ, ഈ ഇ ഐസ് എന്ന് പറയുന്നത് പാർട്ടീഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് പ്രോബിലിറ്റി ഓഫ് എ എന്ന് പറയുന്നതിന്റെ ഓരോ ഇൻഡിവിജ്വലിന്റെയും
ഗിവൺ പ്രോപ്പർട്ടിയുടെ എന്തായിട്ട് എഴുതാം? സം ആയിട്ട് എഴുതാം. ഓക്കെ, ഓരോന്നിനും ഇൻഡിവിജ്വൽ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. അതാണ് ഇവിടെ പറയുന്നത്. സോ ഇതിനെ നമുക്ക് എങ്ങനെ പറയാം? പ്രോബിലിറ്റി ഓഫ് ഓക്കെ എ ഇൻറ്റു പ്രോബിലിറ്റി ഓഫ്, അവിടെ നമുക്ക് പ്രോബിലിറ്റി ഓഫ് എ പറയാം, അതിൽ നിന്ന് അങ്ങോട്ട് പറയാം. സോ പ്രോബിലിറ്റി ഓഫ് എ എന്ന് പറയാം. പ്രോബിലിറ്റി ഓഫ് എ നമ്മളെ തൊട്ടുമുമ്പത്തെ ഏതാണ്? തൊട്ടുമുമ്പത്തെ നമ്മളെ പാർട്ടീഷൻ സാമ്പിൾ സ്പേസിലെ ടോട്ടൽ പ്രോബിലിറ്റിയുടെ തിയറം വെച്ച് നമുക്ക് സിമ്പിളായിട്ട് ഇതാണെന്ന് പറയാം. ഓക്കെ, ഇൻഡിവിജ്വൽ ആയിട്ട് ആ ഒരു രീതിക്ക് നമുക്ക് പറയാം. സിമ്പിൾ സാധനങ്ങൾ ഒന്നുമില്ല. നമുക്ക് ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ തന്നിട്ടുണ്ട്, അതിൽ ഒന്ന് തന്നു, മറ്റേത് കണ്ടുപിടിക്കുക എന്ന് തന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് ആ രീതിക്ക് നോക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, അതെന്താണ്? അതിലൊരു ഒരു അരോചകമുണ്ട്. ഫോർ എക്സാമ്പിൾ, 2 ബോക്സിൽ കുറച്ച് ബോളുകൾ വെച്ച് കിടപ്പുണ്ട്. റെഡ് ബോൾ, ഗ്രീൻ ബോൾ, റെഡ് ബോൾ, ഗ്രീൻ ബോൾ, അങ്ങനെ കിടപ്പുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ എടുത്തപ്പോൾ എനിക്ക് റെഡ് ബോൾ കിട്ടി, അത് ഏത് ബോക്സിൽ നിന്ന് ചോദിക്കുന്നു. തിരിച്ചാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അല്ലേ? ഫസ്റ്റ് ബോക്സ് ആണ് കിട്ടിയത്, അങ്ങനെയാണെങ്കിൽ റെഡ് ബോൾ വരാനുള്ള പ്രോബിലിറ്റി അങ്ങനെ ഫസ്റ്റ് ബോക്സ് മാത്രം വെച്ച് നോക്കിയാൽ മതി. ഇതല്ലാതെ ഇങ്ങനെ നോക്കുമ്പോൾ മൊത്തത്തിൽ കൺഫ്യൂഷൻ ആയിട്ട് കിടക്കും. അപ്പൊ അങ്ങനെയുള്ള ചോദ്യത്തിൽ ഓക്കെ തിരിച്ചു വന്നാൽ നമുക്ക് എളുപ്പം എന്ന് പറയാൻ പറ്റും. തിരിച്ചു വന്നാൽ നമുക്ക് ഡയറക്റ്റ് പറയാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള ചോദ്യത്തിൽ നമ്മൾ എന്ത് ചെയ്യുക മക്കളെ? അത് തിരിച്ചങ്ങ് എഴുതുക. ഓക്കെ, എന്നിട്ട് ഗിവൺ ഏതാണോ വരുന്നത് അത് പാർട്ടീഷൻ ആയിരിക്കും മോസ്റ്റ്ലി. ഓക്കെ, ബൈ ആ മോഡലിൽ തന്നെ വരുന്ന എല്ലാവരെയും നോക്കുക. ഇപ്പൊ ബോക്സ് 1ന്റെ കേസ് നോക്കുകയാണെങ്കിൽ ബോക്സ് 1, ബോക്സ് 2, ബോക്സ് 3 അങ്ങനെ എത്ര ബോക്സ് ഉണ്ടോ അതിലെല്ലാത്തിലും ആ റെഡ് ബോളിനെ പറ്റിയുള്ളത് നോക്കുക. ആ രീതിക്ക് നോക്കും. അത്രേ ഉള്ളൂ ബേസിക് ആയിട്ട്. അതാണ് നമ്മളുടെ ബേസ് തിയറം പറയുന്നത്. ഓക്കെ, സോ നമുക്ക് എന്ത് പറയാം? പ്രോബിലിറ്റി ഓഫ് EI ഗിവൺ എ, പ്രോബിലിറ്റി ഓഫ് EI ഗിവൺ എ എന്ന് പറയുന്നത് പ്രോബിലിറ്റി ഓഫ് EI ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ EI ബൈ പ്രോബിലിറ്റി ഓഫ് E1 ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ E1 പ്ലസ് പ്രോബിലിറ്റി ഓഫ് A2 ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് E ഗിവൺ A2. ഓക്കെ, പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ E2, അടുത്ത പ്രോബിലിറ്റി ഓഫ് E2 ഇൻറ്റു E2 അല്ലേ ഇപ്പോൾ പറഞ്ഞത്, പ്രോബിലിറ്റി ഓഫ് E3 ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ E3, അങ്ങനെ എല്ലാവരുടെയും കൂടെയുള്ള സം. ഓക്കെ, ആ ഒരു രീതിക്കാണ് അത് വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം മക്കളെ? ഇനി കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് കുറച്ചും കൂടെ ഒരു ഐഡിയ കിട്ടും. സിമ്പിൾ ആയിട്ട് അത് ചെയ്യാൻ പറ്റും കേട്ടോ. ഓരോന്നായിട്ട് നോക്കാം. എ ഫെയർ ഡൈ ഈസ് ത്രോൺ ട്വൈസ്. ഒരു ഫെയർ ഡൈ എന്ത് ചെയ്തു? 2 പ്രാവശ്യം ത്രോ ചെയ്തു. ഫെയർ ഡൈ ഈസ് ത്രോൺ ട്വൈസ്. A and B are 2 events obtained as follows. എയും ബി എന്ന് പറയുന്ന 2 ഇവന്റ് ആണ്. അത് കിട്ടിയത് എങ്ങനെയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്താണ്? ഒരു ഫെയർ ഡൈ ആണ് 2 പ്രാവശ്യം ത്രോ ചെയ്തത്. ഓക്കെ, 4 appeared at least once. എ എന്ന് പറയുന്നത് എന്താണ്? 4 ഒരു പ്രാവശ്യമെങ്കിലും വന്നിട്ടുണ്ട്. ബി എന്ന് പറയുന്നതോ സം ഈസ് 5. അവരുടെ സം എന്ന് പറയുന്നത് 5 ആണ്. അങ്ങനെയാണെങ്കിൽ ആദ്യം പ്രോബിലിറ്റി ഓഫ് എയും പ്രോബിലിറ്റി ഓഫ് ബിയും. നമ്മളുടെ സാമ്പിൾ സ്പേസ് എങ്ങനെ വരും മക്കളെ? സാമ്പിൾ സ്പേസ് S ഈക്വൽ ടു എന്തായിരിക്കും വരുന്നത്? 1 ഫെയർ ഡേ 2 പ്രാവശ്യം 1 1 വരാം, 1 2 വരാം, 1 2 വരാം, ആ ഒരു മോഡലിന് വരാം. ലാസ്റ്റ് ഏത് വരാം? 6 6 വരെ വരാം. ബേസിക് ആയിട്ട് N ഓഫ് എസ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? 36 ആണ് വരുന്നത്. N ഓഫ് എസ് എന്ന് പറഞ്ഞാൽ എന്താണ്? 36. 6 into 6. ഓക്കെ, അതാണ് വരുന്നത്. നമുക്കിനി എന്താ പറഞ്ഞേ? എ എന്ന് പറയുന്നത് 4 appeared at least once. ഓക്കെ, എ എന്ന് പറയുന്നത് എന്താണ്? 4 appeared at least once. അപ്പൊ അതിന്റെ ഏതൊക്കെ വരാം? എ ഇവന്റ്സിൽ ഏതൊക്കെ വരാം സെറ്റില്? നോക്കിക്കേ, 4 appeared at least once എന്ന് പറയുമ്പോൾ 1 4 വരാം, ഒരു പ്രാവശ്യമെങ്കിൽ 4 വരിക, 2 4 വരാം, 3 4 വരാം, 4 1 വരാം, 4 2 വരാം, 4 3 വരാം, 4 4 വരാം, 4 5 വരാം. അറ്റ്ലീസ്റ്റ് വൺസ് ആയതുകൊണ്ട് 4 4 നമുക്ക് കൂട്ടാം കേട്ടോ. എക്സാക്ട്ലി വൺസ് ആണെങ്കിൽ 4 4 കൂട്ടാൻ പറ്റൂല. അടുത്ത് 4 6 വരാം, 4 7 വരാം. സോറി, ഫ്ലോയിൽ പോയതാണ്, ശ്രദ്ധിക്കണേ മക്കളെ. അടുത്ത് 5 4 വരാം, 6 4 വരാം. ഓക്കെ, ഇത്രയുമാണ് എയിൽ വരുന്നത്. ബേസിക് ആയിട്ട് നമുക്കിത് നോക്കാൻ എളുപ്പമുണ്ട്. 4 വെച്ച് തുടങ്ങുന്ന എല്ലാവരും വരും. അപ്പൊ അവിടെ 6 വരും. ഓക്കെ, ഇനി 4 4 എന്ന് പറയുന്ന 4 വെച്ച് തീരുന്ന എത്ര എണ്ണം വരും? സെക്കൻഡ് ആയിട്ട് വരുന്ന 6 വരും, 12. ഇനി അതിൽ ഏതുണ്ട്? രണ്ടിലും കോമൺ ആയിട്ട് 4 4 ഉണ്ട്, അത് ഒഴിവാക്കുന്നു. ഓക്കെ, അത് ഒഴിവാക്കുമ്പോൾ എത്ര കിട്ടും? 11. 11 അല്ലേ? 1 2 3 4 5 6 7 8 9 10 11. സിമ്പിൾ ആയിട്ട് ഡയറക്റ്റ് കിട്ടും. അടുത്ത് ബി എന്ന് പറയുന്നതോ? ബി എന്ന് പറയുന്നത് എന്താ പറയുന്നത്? സം ഈസ് 5. സം 5 ആയിട്ട് വരുന്നു. ഏതൊക്കെയാണ്? 1 4 വരാം, 2 3 വരാം,
ഓക്കെ 3 2 വരാം, അടുത്തെന്താ 4 1 വരാം. ഇനി വേറെ ഏതെങ്കിലും വരാൻ പറ്റുമോ? ഓക്കെ 5 6 വരുന്ന ഒന്നും വരാൻ പറ്റും. ഇത്രയും പേര് വരാൻ പറ്റത്തുള്ളൂ അല്ലേ. സം എന്തായിരിക്കണം? 5 ആയിരിക്കണം. ഇതിൻ്റെയൊക്കെ സമ്മാണ് 5 ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്കിനി എന്ത് ചെയ്യാം? ഇതിന്റെ പ്രോബിലിറ്റീസ് കണ്ടുപിടിക്കാം. അപ്പൊ ആദ്യത്തെ പ്രോബിലിറ്റി ഓഫ് എ ഡയറക്റ്റ് ചോദ്യം, എളുപ്പമുള്ള ചോദ്യമായിരുന്നു. ഈ മോഡൽ പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്, 2025 മോഡലിലാണ്. സോ പ്രോബിലിറ്റി ഓഫ് എ എന്ന് പറയുന്നത് എയിൽ മൊത്തം 11 വരും. 11 ബൈ എത്രയാ? 36. അടുത്ത് സെക്കൻഡ് വൺ, പ്രോബിലിറ്റി ഓഫ് ബി എത്രയാവുന്നേ? പ്രോബിലിറ്റി ഓഫ് ബി എന്ന് പറയുന്നത് 1 2 3 4 4 by 36. അഥവാ എന്ത് കിട്ടും? 1/9 കിട്ടും. ഓക്കെ, എത്ര കിട്ടി? 1/9 കിട്ടി. ഇനി നമുക്ക് ഇതിന് എന്ത് കണ്ടുപിടിക്കാം? മൂന്നാമത്തെ ചോദ്യം പറഞ്ഞിരിക്കുന്നത് എന്താണ് മക്കളെ? പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ബി ആണ്. പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ബി ആണ്. പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ബി ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ബൈ പ്രോബിലിറ്റി ഓഫ് ബി. ഓക്കെ, അപ്പൊ നമുക്ക് അതിന് ആദ്യം എന്ത് കണ്ടുപിടിക്കണം? പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി കണ്ടുപിടിക്കണം. പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എത്ര വരും നോക്കിക്കേ. എക്കും ബിക്കും കോമൺ ആയിട്ടുള്ള ആൾക്കാർ എത്ര പേരാണുള്ളത്? 2 പേരാണ്. എക്കും ബിക്കും കോമൺ ആയിട്ടുള്ള എത്ര പേരാണുള്ളത്? 2 പേരാണ്. സോ 2 ബൈ, ഓക്കെ ഇവിടെ നമുക്ക് വേണമെങ്കിൽ 2 ബൈ എത്ര എഴുതാം? 2/36 ബൈ പ്രോബിലിറ്റി ഓഫ് ബി എത്രയാ? 4/36 ആണ്. ഓക്കെ, സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് വേണമെങ്കിൽ പറയാം? 2/4 അഥവാ 1/2 എന്ന് പറഞ്ഞ് കിട്ടും. ഒന്നുകിൽ അങ്ങനെ ചെയ്യാം, അതല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് നോക്കി ഡയറക്റ്റ് പറയാൻ പറ്റും. ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന 2 പേരാണ്. 2 ബൈ എത്ര വരും? 4 പേരാണ്. സോ 2/4 എത്ര വരും? 1/2 വരും. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ബാഗ് 1 contains 3 red and 4 black balls, while bag 2 contains 5 red and 6 black balls. One of the bag is selected at random and a ball is drawn out of it. If the ball drawn is found to be red, find the probability that it was from bag 2. ബാഗ് 2-ൽ നിന്നാകാനുള്ള പ്രോബിലിറ്റി ആണ് എന്തെന്ന് തന്നിട്ടുണ്ട്? റെഡ് ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോ നമുക്ക് കിട്ടിയ ബോൾ എന്താണ്? റെഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ബാഗ് 2-ൽ നിന്നാകാനുള്ള പ്രോബിലിറ്റി എത്ര? അതാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് ഈ 2025 മോഡലിനെ ചോദിച്ചാണ്. സെയിം ക്വസ്റ്റ്യൻ തന്നെ 2023-ലും ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ നമുക്ക് റെഡും ബാഗ് 2ഉം മാറ്റിയോ, ഏതോ ഒരെണ്ണത്തില് എന്താണ് വൈറ്റും ബ്ലാക്കും ബാഗ് 1ഉം ആയിരുന്നു, ഒന്നില് റെഡും ബാഗ് 2. അത്രേ ഉള്ളൂ വ്യത്യാസം. ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കളർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയതാണ്. 2025 മോഡലിൽ 2023 സെയിം സിറ്റുവേഷൻ, സെയിം സാധനമാണ് ചോദിച്ചിട്ടുള്ളത്. ജസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കേണ്ട ബ്ലാക്കും ബാഗും മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടുണ്ടെന്നേ ഉള്ളൂ, റെഡും ബാഗും ഒക്കെ. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് എന്ത് ചെയ്യാം? നോക്കിക്കേ, ഇവിടെ നോക്കിക്കേ, സിറ്റുവേഷൻ നോക്കിക്കേ. ബാഗ് 1, ബാഗ് 2. ഓക്കെ, ബാഗ് 1-ൽ എത്രയാ? 3 റെഡ് 4 ബ്ലാക്ക്. ബാഗ് 2-ലോ 5 റെഡ് 6 ബ്ലാക്ക്. നമ്മൾക്ക് എന്താ കണ്ടുപിടിക്കാൻ ചോദിച്ചേ? നമ്മൾക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി ചോദിച്ചത് റെഡ് ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ബാഗ് 2-ൽ നിന്നുള്ള പ്രോബിലിറ്റി കണ്ടുപിടിക്കാൻ പറ്റുമോ? റെഡ് കിട്ടി, ബാഗ് 2-ൽ നിന്നുള്ള പ്രോബിലിറ്റി കണ്ടുപിടിക്കാൻ പറ്റുമോ? ആ തിരിച്ചാണെങ്കിൽ ബാഗ് 2 ആയിരുന്നു, അങ്ങനെയാണെങ്കിൽ റെഡ് കിട്ടാനുള്ള പ്രോബിലിറ്റി അറിഞ്ഞൂടെ? ബാഗ് 2 ആണ്, അങ്ങനെ റെഡ് കിട്ടാനുള്ള പ്രോബിലിറ്റി. ബാഗ് 2-ൽ മൊത്തം എത്ര പേരുണ്ട്? 11 പേര്. റെഡ് എത്ര? 5. സോ 5/11 തിരിച്ച് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, പക്ഷെ ഇത് റെഡ് തന്നു, ബാഗ് ആയതെന്ന് കണ്ടുപിടിക്കാൻ, ബാഗ് 2-ന്റെ പ്രോബിലിറ്റി കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റത്തില്ല. പക്ഷെ തിരിച്ച് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ഇവിടെയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ബേസ് തിയറം ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ലെറ്റ് R be the event of R ഓരോന്നായിട്ട് എഴുതാം. R, B, B1, B2 അല്ലെങ്കിൽ E1 E2 E1 E2 be the event of getting a red ball, black ball, bag 1,
and bag 2 respectively. Okay, respectively. ഓക്കെ, എല്ലാം കൂടെ ഒന്നിച്ചൊക്കെ പറഞ്ഞാണ് ഇതൊക്കെയാണ് ആ ഇവന്റുകൾ എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ എന്തൊക്കെ അറിയാം? നമുക്കറിയാമെന്നുള്ളത് പ്രോബിലിറ്റി ഓഫ് ആർ ഗിവൺ B1 അറിയാം. B1 അല്ല, ബാഗ് 1 അല്ല, E1 അറിയാം. ഓക്കെ, ആർ ഗിവൺ E1 എന്താണ്? B1 B2 എന്നിട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമുക്കിവിടെ എന്താണ്? ബ്ലാക്ക് ബോളിന്റെ ആവശ്യമില്ല, അത് ഇട്ടോന്ന് നിർബന്ധമില്ല. എന്തിട്ടാ മതി? റെഡ് ബാഗ് 1 ബാഗ് 2 ആ രീതിക്ക് ഇട്ടാലും മതി. ഓക്കെ, ആർ ഗിവൺ E1 എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് ബാഗ് തന്നിട്ടുണ്ട്, റെഡ് ആകാനുള്ള പ്രോബിലിറ്റി എത്രയാ നോക്കിക്കേ. ഫസ്റ്റ് ബാഗ് ആണ്, റെഡ് ആകാനുള്ള പ്രോബിലിറ്റി എത്രയാ? 3 ഫസ്റ്റ് ബാഗിൽ മൊത്തം എത്ര പേരുണ്ട്? 7. ഓക്കെ, അതുപോലെ പ്രോബിലിറ്റി ഓഫ് ആർ ഗിവൺ E2. പ്രോബിലിറ്റി ഓഫ് ആർ ഗിവൺ E2 എത്രയാണ്? റെഡ് ആണ്. സെക്കൻഡ് ബാഗിൽ നിന്നാകാനുള്ള പ്രോബിലിറ്റി എത്രയാ? 5/11 ആണ്. ഓക്കെ, അടുത്തത് എന്താ മക്കളെ? പ്രോബിലിറ്റി ഓഫ് ബാഗ് 1. ബാഗ് 1 വരാനുള്ള E1 ആണല്ലേ? പ്രോബിലിറ്റി ഓഫ് E1. ബാഗ് 1 കിട്ടാനുള്ള പ്രോബിലിറ്റി എത്രയാ മക്കളെ? ആദ്യം നമ്മൾ ഒരു ബാഗ് സെലക്ട് ചെയ്യും, എന്നിട്ടാണ് ബോൾ സെലക്ട് ചെയ്യുന്നത് അല്ലേ? അവിടെ എത്ര ബാഗ് ഉണ്ട്? 2 ബാഗ് ഉണ്ട്. അപ്പൊ അതിൽ നിന്ന് ഒരു ബാഗ് ആവാനുള്ള പ്രോബിലിറ്റി ആണ്. സോ 1/2. അതുപോലെ തന്നെ പ്രോബിലിറ്റി ഓഫ് E2 എന്തായിരിക്കും? 1/2 ആയിരിക്കും. ഓക്കെ, അതല്ല അതിന് വ്യത്യസ്തമായിരുന്നെങ്കിൽ അത് ഇവിടെ പറഞ്ഞേനെ. അത് പറയാത്തതുകൊണ്ട് തന്നെ അതിന് ഈക്വൽ ആയിട്ടായിരിക്കും ചാൻസസ് ബാഗിന് രണ്ടിനും. സോ 1/2. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? വി ഹാവ് ടു ഫൗണ്ട് പ്രോബിലിറ്റി ഓഫ് എന്താണ്? ബാഗ് 2 ഗിവൺ റെഡ്. ഓക്കെ, ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? പ്രോബിലിറ്റി ഓഫ് E2 ഗിവൺ R. ഓക്കെ, ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇത് എങ്ങനെ എഴുതാം മക്കളെ? ബേസ് തിയറം ഉപയോഗിച്ച്. ബൈ ബേസ് തിയറം നമുക്ക് എന്ത് പറയാം? ഇറ്റ് വിൽ ബി നത്തിങ് ബട്ട് പ്രോബിലിറ്റി ഓഫ് R ഗിവൺ E2 ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് E2 ബൈ probability of R given E1 into probability of E1 plus probability of R given E2 into probability of E2. ഓക്കെ, ഇതാണെന്ന് പറയാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്ത് കിട്ടും? പ്രോബിലിറ്റി ഓഫ് R given E2 എന്ന് പറയുന്നത് 5/11 ഇൻറ്റു എന്ത് വരും? പ്രോബിലിറ്റി ഓഫ് E2 എന്ന് പറയുന്നത് എന്താ? 1/2 ആണ്. ദ ഹോൾ ബൈ എന്ത് വരും? പ്രോബിലിറ്റി ഓഫ് R given E1 3/7 ആണ്. 3/7 into 1/2 plus 5/11 into 1/2. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, അത്ര മാത്രമേ ഉള്ളൂ. ഇവിടെ നമുക്ക് 1/2 മൊത്തത്തിൽ കോമൺ ആയിട്ട് എടുത്ത് വേണമെങ്കിൽ ക്യാൻസൽ ചെയ്യാം. സോ 1/2 വരും, അത് ക്യാൻസൽ ആയി പോകും. മുകളിൽ എന്തുണ്ട്? മുകളിൽ 5/11 ഉണ്ട്. താഴെ നോക്കിക്കേ, താഴെ എന്താണ് മക്കളെ വരുന്നത്? 3/7 plus 5/11 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 33 plus 35 plus 35 by എന്തുണ്ട്? 77 വരും. ഓക്കെ, ഈ ഒരു മോഡലിലാണ് വരുന്നത്. ക്രോസ് ചെയ്യുമ്പോൾ 11 into 3 33, 3 into 5 35 by 77. ഓക്കെ, ഇവിടെ എന്തൊക്കെ വെട്ടിപ്പോകും? 11ഉം 77 വെട്ടിപ്പോയി 7 ആകും. ഓക്കെ, സോ അവിടെ 1 ആകും. ഇത് നേരെ മുകളിലോട്ട് കയറുമ്പോൾ എന്ത് കിട്ടും മക്കളെ? വിച്ച് വിൽ ബി നത്തിങ് ബട്ട് ഇവിടെ നമുക്ക് ഉത്തരമായിട്ട് എന്താ കിട്ടുന്നത്? ഈക്വൽ ടു മുകളിൽ എന്താണ്? 7 നേരെ മുകളിൽ കയറുമ്പോൾ 35 ആകും. സോ 35 ബൈ നോക്കിക്കേ, 33 plus 35 എത്ര വരും? 68 വരും. സോ ഇതാണ് നമുക്ക് കിട്ടുന്നത്. ക്ലിയർ ആണോ മക്കളെ? അപ്പൊ ഇതാണ് നമ്മളുടെ പ്രോബിലിറ്റി ആയിട്ട് നമുക്ക് കിട്ടുന്നത്. അടുത്ത ചോദ്യം നോക്കാം. Let A, B are two independent events in a random experiment. എയും ബിയും ഒരു റാൻഡം എക്സ്പെരിമെന്റിലെ 2 ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ബി ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ബി എന്തായിരിക്കും? പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ബി ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് എ തന്നെയായിരിക്കും. അത് ബിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ? ഇല്ല. ഇനി ഇത് എങ്ങനെ കിട്ടിയെന്ന് വേണമെങ്കിൽ നമുക്ക് നോക്കാം. പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ബി ഈക്വൽ ടു നമുക്കറിയാം പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ബൈ പ്രോബിലിറ്റി ഓഫ് ബി ആണ്. ഓക്കെ, പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഇൻഡിപെൻഡന്റ് ആയതുകൊണ്ട് തന്നെ എന്തെന്ന് പറയാം? പ്രോബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് ബി ബൈ പ്രോബിലിറ്റി ഓഫ് ബി ആണ്. ഓക്കെ, ഇതും ക്യാൻസൽ ആയി പോയിട്ട് എന്ത് തന്നെ കിട്ടും? പ്രോബിലിറ്റി ഓഫ് എ തന്നെ കിട്ടും. ഓക്കെ, ജസ്റ്റ് അത് എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞു പോയതാണ്. ഇനി അടുത്തത്, കൺസിഡർ ദ റാൻഡം എക്സ്പെരിമെന്റ് ഓഫ് ടോസിംഗ് എ ഡൈ. ലെറ്റ് ദ ഇവന്റ്സ് എ ഗെറ്റിംഗ് എൻ ഓഡ് നമ്പർ ആൻഡ് ബി ഗെറ്റിംഗ് എൻ ഈവൻ നമ്പർ. ഓക്കെ,
എ എന്തായിട്ട് എടുക്കാം? ഓഡ് നമ്പർ. ഒരു ഓഡ് നമ്പർ കിട്ടുന്ന പ്രോബബിലിറ്റി ആയിട്ട് എടുക്കാം. ബിയോ ഈവൻ നമ്പർ കിട്ടുന്ന ഒരു ഇവന്റ് ആയിട്ട് എടുക്കാം. സോറി, എ ഇവന്റ് ആണ്. എ എന്ന് പറയുന്ന ഓഡ് നമ്പർ കിട്ടുന്ന ഇവന്റ് ആണ്. ബി എന്ന് പറയുന്നത് ഈവൻ നമ്പർ കിട്ടുന്ന ഒരു ഇവന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് പി ഓഫ് എ ഗിവൺ ബി ആൻഡ് ബി ഗിവൺ എ. ഓക്കെ, ഒരു ഡൈസ് ത്രോ ചെയ്യുന്നതാണ്. ഓക്കെ, ത്രോയിങ് എ ഡൈസ്, ഒറ്റ ഡൈസ് ആണ് ത്രോ ചെയ്യുന്നത്. സോ പ്രോബബിലിറ്റി ഓഫ് എ നമുക്ക് എന്തായിരിക്കും? ഒരു ഡൈസ് ത്രോ ചെയ്യുന്നതിൽ ഓഡ് നമ്പർ കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്രയാ? 3/6 ആണ്, അഥവാ 1/2. ഓക്കെ, പ്രോബബിലിറ്റി ഓഫ് ബി എത്രയാ? പ്രോബബിലിറ്റി ഓഫ് ബിയും 3/6 ആണ്, അഥവാ 1/2. ഓക്കെ, പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്താ മക്കളെ? ഓടും ഈവനും അല്ലേ? പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്താ? പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഈവനും ഓടും ഒന്നിച്ചു വരാൻ പറ്റുമോ? കോമൺ ആയിട്ടുണ്ടോ? ഒരു നമ്പർ തന്നെ ഈവനും ആകുക, ഓടും ആകുക. ഓക്കെ, ഈവനും ആകുക, ഓടും ആകുക. 1, 2, 3, 4, 5, 6. നമുക്കറിയാം 1, 3, 5 ആണ് ഓഡ് നമ്പേഴ്സ്. 2, 4, 6 ആണ് ഈവൻ നമ്പേഴ്സ്. സോ അവർക്ക് എന്തില്ല? കോമൺ ഒന്നുമില്ല. സോ അതിന്റെ പ്രോബബിലിറ്റി 0 ആയിരിക്കും. അതുകൊണ്ട് തന്നെ which implies probability of A given B. ബി സംഭവിച്ചാൽ എ പിന്നെ സംഭവിക്കോ? ഇല്ല, അത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ്. സോ 0 ആയിരിക്കും. അല്ലെങ്കിൽ ഫോർമുലേറ്റ് നിങ്ങൾക്ക് എഴുതി പോകാനാണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ബൈ പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി 0 ആയതുകൊണ്ട് ഇത് 0 ആയിട്ട് മാറും. സിമിലർലി ബി ആണ് ഇവിടെ വരും. സിമിലർലി പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എയും എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. ഓക്കെ, ഇതുപോലെ തന്നെ ചെയ്ത് നോക്കിയാൽ മതി, സെയിം വരും. ഡയറക്റ്റ് വേണമെങ്കിൽ എഴുതാം. ഓക്കെ, ഓടും ഈവനും ആയതുകൊണ്ട് തന്നെ എന്താണ്? മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ്. സോ അവർ ഡിസ്ജോയിന്റ് സെറ്റ്സ് ആണ്. സോ അവരുടെ ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത് 0 ആയിരിക്കും. സോ ഗിവൺ വരുന്നതും 0 തന്നെ ആയിരിക്കും വരുന്നത്. അടുത്തത്, there are 2 coins. 2 കോയിൻസ് ഉണ്ട്. One is a 2-headed coin. അതിന്റെ രണ്ട് സൈഡിലും എന്താണ്? ഹെഡ്സ് ആണ്. ഓക്കെ, അപ്പൊ ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി അവിടെ 1 ആണ്. Another is a biased coin with the probability of getting head is 3/4. Okay, അടുത്ത രണ്ടാമത്തെ കോയിന്റെ ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്രയാ? 3/4 ആണ്. One of the coin is chosen at random and tossed. It is shows a head. അങ്ങനെയാണെങ്കിൽ അത് 2 ഹെഡഡ് കോയിൻ ആകാനുള്ള പ്രോബബിലിറ്റി എത്ര? അപ്പൊ നമുക്ക് ഹെഡ് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഏത് കോയിൻ എന്നാണ് സെലക്ട് ചെയ്യുന്നത്? കോയിൻ ഏതെന്ന് അറിയാമെങ്കിൽ ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി അറിയാം അല്ലേ? അത് 2 ഹെഡ് വരുന്ന കോയിനിലാണെങ്കിൽ ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി 1 ആണ്. മറ്റേ കോയിനിലാണെങ്കിൽ 3/4 ആണ്. അപ്പൊ കോയിൻ എന്ന് പറഞ്ഞാൽ ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി അറിയാം. പക്ഷെ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താ? തിരിച്ചാണ്. അപ്പൊ നമുക്ക് ഏത് തിയറം അപ്ലൈ ചെയ്യാം? ബേസ് തിയറം അപ്ലൈ ചെയ്യാം. ഓക്കെ, ലെറ്റ് H be the event of head of getting heads. Okay, and E1, E2 be the event of getting coin 1 and 2. Coin 1 and coin 2. Okay. അപ്പോൾ എച്ച് എന്ന് പറയുന്നത് ഹെഡ്സ് കിട്ടാനുള്ള ഇവന്റ് ആയിട്ട് എടുക്കാം. E1, E2 എന്ന് പറയുന്നത് കോയിൻ 1ഉം കോയിൻ 2ഉം കിട്ടാനുള്ള ഇവന്റ് ആയിട്ട് എടുക്കാം. നമുക്കിവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്? പ്രോബബിലിറ്റി ഓഫ് H ഗിവൺ E1. ഓക്കെ, ആദ്യത്തെ കോയിൻ ആണെങ്കിൽ ഹെഡ്സ് വരാനുള്ള പ്രോബബിലിറ്റി എത്ര? ആദ്യത്തെ കോയിൻ ആണ് എന്ത്? നമ്മളുടെ 2 ഹെഡഡ് കോയിൻസ്. ഓക്കെ, കോയിൻ 1 എന്ന് പറയുന്നതിനെക്കാട്ടി ഗെറ്റിംഗ് 2 ഹെഡഡ് കോയിൻ ആൻഡ് ബയാസ്ഡ് കോയിൻ. 2 ഹെഡഡ് കോയിൻ and biased coin respectively. അപ്പോൾ പ്രോബബിലിറ്റി H ഗിവൺ E1. ആദ്യത്തെ കോയിൻ ആണെങ്കിൽ ഹെഡ്സ് വരാനുള്ള പ്രോബബിലിറ്റി എത്രയാ? 1 ആണ്, നിർബന്ധമായിട്ടും വരും അല്ലേ? ഇനി പ്രോബബിലിറ്റി ഓഫ് ആദ്യത്തെ കോയിൻ ആകാനുള്ള പ്രോബബിലിറ്റി എത്രയാ? ആദ്യത്തെ കോയിൻ ആകാനുള്ള 2 കോയിൻസ് അല്ലേ ഉള്ളത്? അതുകൊണ്ട് ആദ്യത്തെ കോയിൻ ആകാനുള്ള പ്രോബബിലിറ്റി 1/2 ആണ്. അതിന്റെ വേറെ ബയസിങ്ങോ കാര്യങ്ങളോ പറഞ്ഞിട്ടില്ല. സോ എന്താണ്? അത് 1/2 ആണ്. ഇനി പ്രോബബിലിറ്റി ഓഫ് H ഗിവൺ E2, രണ്ടാമത്തത്, അതായത് ബയാസ്ഡ് കോയിൻ ആണെങ്കിൽ ഹെഡ്സ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്രയാ? 3/4 തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി രണ്ടാമത്തെ കോയിൻ കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്രയാ? 1/2 ആണ്. നേരത്തെ പോലെ ഡയറക്റ്റ് ചെയ്താൽ മതി. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 2 headed coin given head occurs.
ഓക്കെ, കിട്ടിയത് ഹെഡ്സ് ആണെന്ന് സൂചിപ്പിച്ചിട്ട്. അങ്ങനെയാണെങ്കിൽ എന്താണ് പ്രോബിലിറ്റി ഓഫ് ഈവൻ ഗിവൺ ഹെഡ്സ് ആണ് ചെയ്യേണ്ടത്. അതെങ്ങനെ എടുക്കാം? പ്രോബിലിറ്റി ഓഫ് ഹെച്ച് ഗിവൺ ഈവൺ ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് ഈവൺ ബൈ, ഓക്കെ, ഈവൺ ആണ് നമ്മൾ 2 ഹെഡഡ് കോയിൻ ആയിട്ട് എടുത്തിട്ടുള്ളത്. പ്രോബിലിറ്റി ഓഫ് ഹെച്ച് ഗിവൺ ഈവൺ ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് ഈവൺ പ്ലസ്, പലരും ചോദിച്ചിട്ടുള്ള ഡൗട്ടാണ് ഇവിടെ പ്രോബിലിറ്റി ഓഫ് എച്ച് ഗിവൺ ഈവൺ ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് ഈവൺ താഴെയുണ്ട്, അത് ക്യാൻസൽ ആയി പോകില്ല എന്നൊക്കെ ചോദിക്കും. ക്യാൻസൽ ആക്കി കളയരുത്. ഇവിടെ എന്താണ്? അഡീഷൻ ആണ്. അഡീഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇത് ചെയ്യാൻ. അപ്പൊ നമുക്ക് വെറുതെ കട്ട് ചെയ്ത് കളയാൻ പറ്റൂല. ഓക്കെ, ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഓക്കെ, നേരത്തെ നമുക്ക് എല്ലാം കോമൺ ആയിട്ട് ഉണ്ടായിരുന്നുകൊണ്ട് പുറത്തെടുത്താണ് നമ്മൾ ക്യാൻസൽ ചെയ്ത് കളയുന്നത്. രണ്ടും വ്യത്യാസമുണ്ട്. അടുത്ത് പ്രോബിലിറ്റി ഓഫ് എച്ച് ഗിവൺ E2 ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് E2 ഈക്വൽ ടു എന്ത് വരും? പ്രോബിലിറ്റി ഓഫ് എച്ച് ഗിവൺ E1 എത്രയാണ്? 1 ആണ്. സോ 1 ഇൻറ്റു 1/2 ബൈ, ഓക്കെ, ഇവിടെ എന്താണ്? 1 ഇൻറ്റു 1/2 പ്ലസ് 3/4 ഇൻറ്റു 1/2. ഓക്കെ, ഇതെങ്ങനെ വരും മക്കളെ? 3/4 ആണ്. ഇവിടെ നമുക്ക് 1/2 കോമൺ ആയിട്ട് പുറത്തെടുത്തൂടെ? സോ മുകളിൽ ഒരു 1/2 ഉണ്ട്, താഴെ ഒരു 1/2 ഉണ്ട്. മുകളിൽ എന്തുണ്ട്? 1 ഉണ്ട്. താഴെ 1 പ്ലസ് 3/4 ഉണ്ട്. ഇതും ക്യാൻസൽ ആയി പോകും. 1 പ്ലസ് 3/4 ചെയ്താൽ എന്ത് വരും? മുകളിൽ 1 ഉണ്ട്. 1/4 ഇങ്ങോട്ട് ഇരിക്കുമ്പോൾ 4 പ്ലസ് 3 7/4 വരും. അത് നേരെ മുകളിലോട്ട് എടുത്താൽ നമുക്ക് ഉത്തരമായിട്ട് എന്ത് കിട്ടും മക്കളെ? ഉത്തരം എന്ന് പറയുന്നത് 4/7 ആകും. 4/7 ആകും. അപ്പൊ നമ്മളുടെ പ്രോബിലിറ്റി എത്രയാ മക്കളെ? 4/7 ആണ്. അതായത് നമുക്ക് എന്താണ്? ഹെഡ്സ് നടന്നു. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് കോയിൻ 2 ഹെഡഡ് കോയിൻ ആകാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത് 4/7 ആണ്. ഓക്കെ, അങ്ങനെ അടുത്ത ചോദ്യം നോക്കാം. Let A and B are independent events with probability of A equal to 0.3, probability of B equal to 0.4. Find probability of A intersection B, probability of A union B, probability of A given B. ഇത് ഓരോന്നും കണ്ടുപിടിക്കുക. എന്ത് തന്നിട്ടുണ്ട്? ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് ആണ്. ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് ആണെങ്കിൽ ഉള്ള പ്രത്യേകത എന്താ മക്കളെ? പ്രോബിലിറ്റി ഓഫ് A intersection B equal to പ്രോബിലിറ്റി ഓഫ് A into പ്രോബിലിറ്റി ഓഫ് B. ജസ്റ്റ് അതേ തിയറം വെച്ച് സിമ്പിൾ ആയിട്ട് അങ്ങ് പോയാൽ മതി. നോക്കിക്കേ, probability of A intersection B equal to probability of A into probability of B. എന്ത് വരും? probability of A എന്താ? 0.3 into 0.4. 1.2 ആണോ? അല്ല. കാരണം എന്താ? 2 ഡെസിമൽ പ്ലേസസ് ഉണ്ട്. അപ്പൊ അത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. 3 into 4 12 ആണ്. 2 ഡെസിമൽ പ്ലേസസ് ഉണ്ട്. അത് ശ്രദ്ധിച്ചെഴുതുക. സോ 0.12. ഓക്കെ, അതാണെന്ത്? പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത്. രണ്ടാമത്തത് പ്രോബിലിറ്റി ഓഫ് എ യൂണിയൻ ബി. പ്രോബിലിറ്റി ഓഫ് എ യൂണിയൻ ബി എന്ത് വരും? പ്രോബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. എന്ത് കിട്ടും മക്കളെ? പ്രോബിലിറ്റി ഓഫ് എ എന്താണ്? പ്രോബിലിറ്റി ഓഫ് എ 0.3 ആണ്. പ്ലസ് പ്രോബിലിറ്റി ഓഫ് ബി എന്താണ് മക്കളെ? 0.4 ആണ്. മൈനസ് പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്താണ്? 0.12 ആണ്. അത് എത്ര കിട്ടും മക്കളെ? 0.7 മൈനസ് 0.12. 0.7 മൈനസ് 0.12 എത്ര വരും? 0.58. ഓക്കെ, സോ നമ്മളെ പ്രോബിലിറ്റി എത്രയാണ്? 0.58 ആണ്. ഓക്കെ അല്ലേ മക്കളെ? അങ്ങനെയാണെങ്കിൽ അടുത്തത് നോക്കാം. മൂന്നാമത്തത് എന്താണ്? പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ബി. പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ബി എത്രയാ മക്കളെ? പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ബി എന്ന് പറയുന്നത് പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ബൈ പ്രോബിലിറ്റി ഓഫ് ബി ആണ്. പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്താ മക്കളെ? പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് 0.12 ബൈ പ്രോബിലിറ്റി ഓഫ് ബി എത്രയാ മക്കളെ? പ്രോബിലിറ്റി ഓഫ് ബി എന്ന് പറയുന്നത് 0.4 ആണ്. അതല്ലെങ്കിൽ തന്നെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എഴുതാം. എന്താണ്? പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ബി എന്ന് പറയുന്നത് എയും ബിയും ഇൻഡിപെൻഡന്റ് ആണ്. എയും ബിയും ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ബി എന്ത് തന്നെയാണ്? പ്രോബിലിറ്റി ഓഫ് എ ആണ്. ഇവിടെ നിങ്ങൾ ചെയ്തു നോക്കിയാൽ നിങ്ങൾക്ക് എന്ത് തന്നെ കിട്ടും? പ്രോബിലിറ്റി ഓഫ് എ തന്നെ കിട്ടും. ക്ലിയർ ആണോ മക്കളെ? അടുത്ത ചോദ്യം. In a factory which manufactures bolts, machine A, B and C manufactures respectively 25%, 35%, 45% of the bolt. ഓക്കെ, അതായത് എ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബോൾട്ടുകളുടെ പെർസെൻറ്റേജ്,
ബി പ്രൊഡ്യൂസ് ചെയ്യുന്ന ബോൾട്ടുകളുടെ പെർസെൻറ്റേജ്, സി പ്രൊഡ്യൂസ് ചെയ്യുന്ന ബോൾട്ടുകളുടെ പെർസെൻറ്റേജ്. അതാണ് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോ നമുക്ക് എന്ത് ചെയ്യാം? പ്രോബിലിറ്റി ഓഫ് എ, ബി, സി അതാണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത്. ഓഫ് ദെയർ ഔട്ട്പുട്ട്സ് 5%, 4% and 2% are respectively defective bolts. ഓക്കെ, അപ്പൊ ആദ്യത്തേതില് ഡിഫക്റ്റീവ് ബോൾട്ട് വരാനുള്ള സാധ്യത എന്ന് പറയുന്ന 5% ആണ്, രണ്ടാമത്തേല് 4% ആണ്, മൂന്നാമത്തേല് 2% ആണ്. A bolt is drawn random from the product and is found to be defective. അതെന്താണ്? ഡിഫക്റ്റീവ് ആണെന്ന് കണ്ടു. അങ്ങനെയാണെങ്കിൽ അത് മെഷീൻ ബിയിൽ നിന്നാകാനുള്ള പ്രോബബിലിറ്റി. ഡിഫക്റ്റീവ് ആണെന്ന് കണ്ടു, അങ്ങനെയാണെങ്കിൽ മെഷീൻ ബി. ഡിഫക്റ്റീവ് ആണെന്ന് കണ്ട് മെഷീൻ ബി ഏതെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇല്ല. തിരിച്ചാണെങ്കിലോ ബിന്ന് ഡിഫക്റ്റീവ് ആകാനുള്ള പെർസെൻറ്റേജ്, ബിന്ന് ഡിഫക്റ്റീവ് ആകാനുള്ള പെർസെൻറ്റേജ് എത്രയാ? 4 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് പറ്റാം? അത് നമുക്ക് പറയാൻ പറ്റും, തിരിച്ച് പറയാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള അടുത്താണ് നമ്മൾ എന്ത് യൂസ് ചെയ്യേണ്ടത്? പ്രോബബിലിറ്റി ബേസ് തിയറം യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് പറയാം? ലെറ്റ് ഇ ബി ദ ഇവന്റ് ഓഫ് ഡിഫക്റ്റീവ് പീസ്. And A, B, C be the event of bolt from machine A, B, C respectively. Okay, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ പറഞ്ഞ ഇവിടെ? ഇ എന്ന് പറയുന്നത് ഡിഫക്റ്റീവ് പീസ് ആകാനുള്ള സാധ്യതയാണ്, ഇവന്റ് ആണ്. എ, ബി, സി എന്ന് പറയുന്നത് ബോൾട്ട് മെഷീൻ എന്ന്, ബി എന്ന്, സി എന്ന് ആകാനുള്ള അളവാണ് നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? നമുക്കിവിടെ ഓരോന്നും തന്നിട്ടുള്ള ഓരോന്നും എടുക്കാം. പ്രോബിലിറ്റി ഓഫ് ഇ ഗിവൺ, ഓക്കെ, എ എന്ന് ഡിഫക്റ്റീവ് ആകാനുള്ള പ്രോബിലിറ്റി എത്ര വരും? 5/100. ഡെസിമൽ ഒന്നും ഇടണ്ട, 100 ഇട്ട് ചെയ്തു പോകുന്നതാണ് ഇവിടെ എളുപ്പം. ഓക്കെ, 5/100, കാരണം എല്ലാത്തിലും 100 ഉണ്ട്. അത് മൊത്തത്തിൽ എടുത്ത് നമുക്ക് അങ്ങ് ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റും. ഓക്കെ, സോ ഈ ഗിവൺ എ എന്ന് പറയുന്നത് 5/100 ആണ്. പ്രോബിലിറ്റി ഓഫ് എ എന്ന് പറയുന്നത് എന്താണ്? ആദ്യത്തെ മെഷീൻ ആകാനുള്ള സാധ്യത 25/100 ആണ്. ഓക്കെ, പ്രോബിലിറ്റി ഓഫ് ഇ ഗിവൺ ബി എത്രയാണ്? ഇ ഗിവൺ ബി എന്ന് പറയുന്നത് 4% ആണ്, സോ 4/100. ഓക്കെ, അടുത്ത പ്രോബിലിറ്റി ഓഫ് ബി എത്രയാണ്? പ്രോബിലിറ്റി ഓഫ് ബി എന്ന് പറയുന്നത് മെഷീൻ സെക്കൻഡ് ആകാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ 35% ആണ്, സോ 35/100. ഇത് നോക്കിക്കേ, ഇത് മൊത്തം കൂട്ടുമ്പോൾ 100 കിട്ടുന്നില്ലേ? 25, 50, 70. വെയിറ്റ് എ സെക്കൻഡ്. ഓ, ക്വസ്റ്റ്യൻ എവിടെ അപ്പം മിസ്റ്റേക്ക് ഉണ്ട്. 8 മിനിറ്റ് ടൈപ്പ് ചെയ്തപ്പോൾ എന്തോ ഒരു ചെറിയ എറർ പറ്റിയതാണ്. 25%, 70, 30. സോ ഇതിലെവിടെയോ ഒരിടത്ത്, സോ ഇത് ഇൻഡിവിജ്വൽ ആയിട്ട് വരേണ്ടതാണ്. സോ എന്തായാലും അത് വരത്തില്ല. സോ ഏതോ ഒരെണ്ണത്തിൽ മാറ്റം ഉണ്ടാകും. നമുക്ക് മോസ്റ്റ്ലി ചിലപ്പോൾ ഇതിലായിരിക്കും എന്ന് വിശ്വസിക്കാം. സോ 30 ആക്കാം. അതിലായിരിക്കും എന്ന് വിശ്വസിക്കാം. സപ്പോസ് നമ്മൾ ക്വസ്റ്റ്യൻ നമ്മൾ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്യണം. ഏതോ ഒരെണ്ണത്തിലാണ് മാറ്റം വരേണ്ടത്. നമുക്ക് ഏതും തൽക്കാലം അറിയത്തില്ല. തൽക്കാലം നമുക്ക് ഇതിലാണെന്ന് വിചാരിച്ച് ചെയ്യാം. ടൈപ്പിംഗ് എററാണ് മക്കളെ, എവിടെ ഒരിടത്ത് വരാനുള്ളതാണ്. തൽക്കാലം നമുക്കിത് 30% ആയിട്ട് പ്രോബ്ലം ചെയ്യാം. ഈ ഒരു മോഡലിലായിരിക്കും പ്രോബ്ലം. മോഡലിന്റെ ഒരു ഐഡിയ കിട്ടും. അത് 30% ആണെന്ന് വിചാരിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ എന്താണ്? ക്വസ്റ്റ്യൻ എററാണ് ആക്ച്വലി. ഓക്കെ, അങ്ങനെയാണ് ഇവിടെ ഇപ്പൊ ആക്ച്വലി ക്വസ്റ്റ്യൻ എററാണ്. കാരണം എന്താണ്? കൂട്ടുമ്പോൾ എത്ര കിട്ടണം? 100 കിട്ടണം. ഓക്കെ, സോ 30/100. ഇവിടെ ഇപ്പോൾ ടൈപ്പിംഗ് എററാണ്. നമ്മളിപ്പോൾ ടൈപ്പ് ചെയ്ത് ഇതിലോട്ട് ഇട്ടപ്പോൾ ചെറിയ എറർ പറ്റിയതാണ്. 30 ആയിരിക്കും. ഓക്കെ, സോ 30/100 എന്താണ്? പ്രോബിലിറ്റി ഓഫ് ഇ ഗിവൺ സി എന്ന് പറയുന്നത് എത്രയാണ്? സി എന്നാകാനുള്ള പ്രോബിലിറ്റി 2%, സോ 2/100. ഓക്കെ, പ്രോബിലിറ്റി ഓഫ് സി എത്രയാണ് മക്കളെ? പ്രോബിലിറ്റി ഓഫ് സി എന്ന് പറയുന്നത് 45/100. ആ ഒരു രീതിക്കാണ് നമുക്കിവിടെ വരുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി എന്ത് കണ്ടുപിടിക്കാം? പ്രോബിലിറ്റി കണ്ടുപിടിക്കാം. എന്തിന്റെ പ്രോബിലിറ്റി കണ്ടുപിടിക്കണ്ടേ? പ്രോബിലിറ്റി ഓഫ് മെഷീൻ bolt from machine B given
ബോൾട്ട് ഈസ് ഡിഫക്റ്റീവ്. ബോൾട്ട് ഈസ് ഡിഫക്റ്റീവ്. ഓക്കെ, അതെന്ത് വരും? പ്രോബിലിറ്റി ഓഫ് ഓക്കെ മെഷീൻ ബി എന്നുള്ള പ്രോബിലിറ്റി ആണ് കണ്ടുപിടിക്കുക. സോ ബി ഗിവൺ എന്താണ്? ഇ. ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ഇത് നമുക്ക് ഡയറക്റ്റ് അറിഞ്ഞൂടാ. അപ്പൊ ബേസ് തിയറം യൂസ് ചെയ്യാം. ബേസ് തിയറം എന്താ പറയുന്നത്? പ്രോബിലിറ്റി ഓഫ് ഇ ഗിവൺ ബി ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് ബി ബൈ probability of E given A into probability of A plus probability of E given B into probability of B plus probability of E given C into probability of C. Okay, ഇതാണ് നമുക്ക് പറയുന്നത്. അതിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ എന്ത് കിട്ടും മക്കളെ? പ്രോബിലിറ്റി ഓഫ് E given B എന്ന് പറയുന്നത് എത്രയാ? 4/100. സോ 4/100 ഇൻറ്റു എത്ര വരും? പ്രോബിലിറ്റി ഓഫ് ബി 30/100 ആണ്. ഹോൾ ബൈ നോക്കിക്കേ മക്കളെ എന്ത് കിട്ടും? 5/100 സോറി 5/100 ഇൻറ്റു 25/100 പ്ലസ് നോക്കിക്കേ 5/100 ഇൻറ്റു 25/100 4/100 ഇൻറ്റു 30/100 പ്ലസ് 2/100 ഇൻറ്റു 45/100. നമുക്ക് ഇവിടെ നിന്ന് മൊത്തത്തിൽ 100 ഇൻറ്റു 100 അതായത് എത്രയാണ് മക്കളെ? 100 ഇൻറ്റു 100 എന്ന് പറയുന്നത് 10,000. 10,000 കോമൺ ആയിട്ട് എല്ലാത്തിൽ നിന്നും പുറത്തെടുത്തൂടെ? പുറത്തെടുത്ത് നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. ഓക്കെ, സോ 10,000 നമുക്ക് എന്ത് ചെയ്യാം? കോമൺ ആയിട്ട് പുറത്തെടുക്കാം. സോ ഇവിടുത്തെ ഈ 10,000 കോമൺ ആയിട്ട് നമുക്ക് പുറത്തെടുക്കാം. ഇവിടുത്തെ 10,000 ഉണ്ട്, ഇവിടെ 10,000 ഉണ്ട്, 10,000 ഉണ്ട്. കോമൺ ആയിട്ട് പുറത്തെടുക്കാം. സോ 1/10,000 ബൈ 1/10,000 അത് ക്യാൻസൽ ആയി പോകും. ഓക്കെ, സോ നമുക്ക് ഇവിടെ എങ്ങനെ വരും? നോക്കിക്കേ മക്കളെ, ഈക്വൽ ടു ഓക്കെ എന്ത് വരും? 1/10,000 ഉണ്ട്. ഓക്കെ, ഇൻറ്റു എന്ത് വരും? 4 ഇൻറ്റു 30. 4 ഇൻറ്റു 30 എത്രയാ മക്കളെ? 4 ഇൻറ്റു 30 എന്ന് പറയുന്ന 120. ഓക്കെ, ദ ഹോൾ ഡിവൈഡഡ് ബൈ എന്ത് വരും? 1/10,000 അവിടെയുണ്ട്. 1/10,000 നമുക്ക് കോമൺ ആയിട്ട് പുറത്തെടുക്കാം. അവിടെ എന്തൊക്കെ വരും? 5 ഇൻറ്റു 25. 5 ഇൻറ്റു 25 എത്രയാ? 125. സോ 125 പ്ലസ് ഓക്കെ അടുത്തെന്താ വരുന്നത്? 4 ഇൻറ്റു 30 120 പ്ലസ് ഓക്കെ അടുത്തെന്താ വരുന്നത്? 2 ഇൻറ്റു 45. 2 ഇൻറ്റു 45 എത്രയാ? 90. ഈ ഒരു രീതിക്കായിരിക്കും വരുന്നത്. ഇവിടെ എത്ര വരും? 1/10,000 1/10,000 ക്യാൻസൽ ആയി പോകും. ഓക്കെ, സോ നമുക്ക് എന്താ കിട്ടുന്നത്? 120 ബൈ സോ 120 ബൈ ഇവിടെ എത്ര കിട്ടും മക്കളെ? 245. 245 പ്ലസ് 90. 245 പ്ലസ് 90 എത്രയാണ്? 335. ഓക്കെ, ഈ ഒരു രീതിക്കായിരിക്കും വരുന്നത്. ഇനി നമുക്ക് ഇതിനെ വേണമെങ്കിൽ സിംപ്ലിഫൈ ചെയ്യാം. ഓക്കെ, സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് ഇവിടെ എത്ര കിട്ടും? ഇവിടെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. എത്ര കൊണ്ട് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും മക്കളെ? 5 കൊണ്ട് ക്യാൻസൽ ചെയ്താ ഇവിടെ 5 224 ടൈംസ് വരും അല്ലേ? 2 4 ഓക്കെ 24 ടൈംസ് വരും. 335 5 കൊണ്ട് ക്യാൻസൽ ചെയ്താലോ 6 ഓക്കെ അഗെയിൻ 35 67 വരും. സോ നമ്മളുടെ ആൻസർ എത്ര വരുന്നത്? 24/67 ആണ് നമുക്ക് ഫൈനൽ ആൻസർ ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, സോ എന്താണ് പ്രോബിലിറ്റി ഓഫ് ബി ഗിവൺ ഇ? ഓക്കെ, മെഷീൻ എന്താ ബോൾട്ട് ഡിഫക്റ്റീവ് ആണെന്ന് കണ്ടു. അങ്ങനെയാണെങ്കിൽ ബിയിൽ നിന്നാകാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത് 24/67 ആണ്. ക്ലിയർ ആണോ മക്കളെ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഗിവൺ 2 ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് എ ആൻഡ് ബി സച്ച് ദാറ്റ് പ്രോബിലിറ്റി ഓഫ് എ 0.3 ആണ്, പ്രോബിലിറ്റി ഓഫ് ബി 0.6 ആണ്. അങ്ങനെയാണെങ്കിൽ പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി യും പ്രോബിലിറ്റി ഓഫ് എ യൂണിയൻ ബി യും കണ്ടുപിടിക്കുക. ഡയറക്റ്റ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. നമുക്കറിയാം ഇൻഡിപെൻഡന്റ് ആയിട്ട് തന്നെ പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് probability of A into probability of B ആണ്, which will be nothing but 0.3 into 0.6 ആണ്, which will be 0.18. Okay, clear ആണോ മക്കളെ? അടുത്തത് എന്താണ്? probability of A union B. probability of A union B എന്ന് പറയുന്നത് എന്താ മക്കളെ? probability of A plus probability of B minus probability of A intersection B ആണ്. ഓക്കെ, ഇവിടെ എന്ത് വരും? പ്രോബിലിറ്റി ഓഫ് എ എന്ന് പറയുന്നത് 0.3 ആണ്, പ്ലസ് പ്രോബിലിറ്റി ഓഫ് ബി എന്ന് പറയുന്നത് 0.6 ആണ്, മൈനസ് പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് എന്താ? 0.18
0.18 ആണ്. എത്ര കിട്ടും? 0.9 മൈനസ് 0.18. ഓക്കെ, 0.9 ആകുമ്പോൾ 0.8 വരും, 0.72. എത്ര മക്കളെ വരുന്നത്? 0.72 ആണ് വരുന്നത്. ഓക്കെ, ഇവിടെ നോക്കിയേ, ജസ്റ്റ് ഒന്ന് നോക്കിക്കേ. ആകുമ്പോൾ 1 2 വരും, 1 2 വരുമ്പോൾ 72. ഓക്കെ, ക്ലിയർ ആണോ മക്കളെ? എളുപ്പമുള്ള ചോദ്യങ്ങളാണ് അല്ലേ? ഈസി ആയിട്ട് നമുക്ക് ഉത്തരം കിട്ടുന്ന ചോദ്യങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ ഈ ചോദ്യം നോക്കിക്കേ. There are 2 bags. First bag contains 3 red and 5 black balls. Second bag contains 2 red and 6 black balls. One of the bag is selected at random and a ball is drawn. If the ball drawn is red, what is the probability that it is from second bag? From the first bag. First bag il ninnaganalla probability എത്ര? ഇതൊന്ന് ചെയ്തു നോക്കിക്കേ മക്കളെ. നമുക്ക് ജസ്റ്റ് ഒന്ന് വീഡിയോ പാസ് ചെയ്ത് നിങ്ങളൊന്ന് ചെയ്തു നോക്കിക്കേ. ഓക്കെ, ചെയ്ത് നോക്കിയിട്ട് നോക്കുക കേട്ടോ, ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യന്റെ സെയിം മോഡലാണ്. സോ ജസ്റ്റ് ആൻസേഴ്സ് പെട്ടെന്ന് പറഞ്ഞു പോവാ. ഓക്കെ, അപ്പൊ നിങ്ങളൊന്ന് പാസ് ചെയ്ത് നിങ്ങൾ തന്നെ ഒന്ന് ചെയ്ത് നോക്കുക, എന്നിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പൊ നമുക്കിവിടെ എന്തൊക്കെ തന്നിട്ടുള്ള സാധനങ്ങൾ പറയുന്നത് ഞാനൊന്നും എടുത്തെഴുതുന്നില്ല. ജസ്റ്റ് നമ്മൾ ആ പ്രോബബിലിറ്റീസ് പറഞ്ഞ് ആൻസർ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാനുള്ള ഭാഗത്തിന് മാത്രം ഒന്ന് പറഞ്ഞു പോകുന്നതാണ്. ഓക്കെ, സോ നമുക്ക് ഇവിടെ എന്താണ് പ്രോബബിലിറ്റി ഓഫ് ബാഗ് 1 ബാഗ് 2 നമുക്ക് റെഡ് ആണുള്ളത്. ഓക്കെ, ബാഗ് 1ന്റെ പ്രോബബിലിറ്റി 1/2. പ്രോബബിലിറ്റി ഓഫ് ബാഗ് 2 എന്ന് പറയുന്നത് 1/2. പിന്നെ പ്രോബബിലിറ്റി ഓഫ് റെഡ് ഗിവൺ ബാഗ് 1. ഞാൻ ആൻസേഴ്സ് മാത്രം ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് പോകുന്നതാണ്. നിങ്ങൾക്ക് റീചെക്ക് ചെയ്യാൻ നിങ്ങൾ പോസ് ചെയ്ത് ഈ വീഡിയോ ഒന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, പ്രോബബിലിറ്റി ഓഫ് റെഡ് ഗിവൺ ബാഗ് 1. ബാഗ് 1ൽ നിന്നാകാനുള്ള റെഡിന്റെ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ 3/8. പ്രോബബിലിറ്റി ഓഫ് റെഡ് ഗിവൺ ബാഗ് 2. ബാഗ് 2ൽ നിന്നാകാനുള്ള റെഡിന്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 2/8. ഓക്കെ, 8 കോമൺ ആയിട്ട് എടുത്ത് ക്യാൻസൽ ചെയ്യാന്നുള്ളതുകൊണ്ട് ഞാൻ അതൊന്നും ചെയ്യുന്നില്ല. എനിക്ക് 2ൽ 8 ബോൾസ് വെച്ചാണുള്ളത്. അത് ഞാൻ സിംപ്ലിഫൈ ചെയ്യുന്നില്ല, നമുക്ക് അതിന്റെ ആവശ്യമില്ല. നമുക്ക് ലാസ്റ്റ് ആൻസർ ആണ് സിംപ്ലിഫൈ ചെയ്യേണ്ടത്. ഓക്കെ, ഇവിടെ നമുക്ക് 8 ക്യാൻസൽ ചെയ്യാന്നുള്ളതുകൊണ്ട് അതൊന്നും ചെയ്യുന്നില്ല. സോ നമുക്ക് ഇവിടെ എന്താ കണ്ടുപിടിക്കേണ്ടത്? പ്രോബബിലിറ്റി ഓഫ് ബാഗ് 1 ഗിവൺ ആർ, ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇതെങ്ങനെ വരും? പ്രോബബിലിറ്റി ഓഫ് ആർ ഗിവൺ ബാഗ് 1 ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബാഗ് 1. ബേസ് തിയറം ആണ്. സെയിം മോഡൽ ചോദ്യമായിട്ടാണ്, ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞു പോകാത്ത. നിങ്ങൾ ചെയ്ത് നോക്കുക. പ്രോബബിലിറ്റി ഓഫ് ആർ ഗിവൺ ബാഗ് 1 ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബാഗ് 1 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ആർ ഗിവൺ ബാഗ് 2 ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബാഗ് 2. ഓക്കെ, ഇതെങ്ങനെ വരാം? ആർ ഗിവൺ ബാഗ് 1 എന്ന് പറയുന്നത് 3/8 ഇൻറ്റു 1/2. 3/8 ഇൻറ്റു 1/2 പ്ലസ് 2/8 ഇൻറ്റു 1/2. ഓക്കെ, ബാഗ് 1. ഓക്കെ, ഇവിടെ നമുക്ക് എന്ത് കോമൺ ആയിട്ട് എടുക്കാം? 1/16 കോമൺ ആയിട്ട് പുറത്തെടുക്കാം. സോ ഇവിടെ 3 കിട്ടും. ഇവിടെ 1/16 കോമൺ ആയിട്ട് പുറത്തെടുത്താൽ എന്ത് കിട്ടും? ഇവിടെ എന്ത് കിട്ടും? 3 കിട്ടും. പ്ലസ് ഇവിടെ എന്ത് കിട്ടും? 2 കിട്ടും. വിച്ച് വിൽ ബി നത്തിങ് ബട്ട് 1/16 ക്യാൻസൽ ആയി പോയി, 3/5 വരും. സോ നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത് 3/5 ആണ്. ക്ലിയർ ആണോ മക്കളെ? ജസ്റ്റ് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് മാത്രം ഈ വീഡിയോ കാണുക കേട്ടോ. ഓക്കെ, അടുത്തത്. If A and B are 2 events such that probability of A എന്ന് പറയുന്നത് 1/2 ആണ്, probability of B എന്ന് പറയുന്നത് 7/12 ആണ്, and probability of A complement union B complement എന്ന് പറയുന്നത് 1/4 ആണ്. സോ ഫസ്റ്റ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത് probability of A intersection B ആണ്. ഓക്കെ, അപ്പൊ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? A intersection B. ഇവിടെ ഇൻഡിപെൻഡന്റ് ആണെന്ന് പറഞ്ഞ എടുത്ത് ചെയ്ത് കളയല്, അത് രണ്ടാമത് കണ്ടുപിടിക്കാനുള്ള സാധനമാണ്. ഇവിടെ ഇൻഡിപെൻഡന്റ് ഒന്നും പറഞ്ഞിട്ടുമില്ല. ഓക്കെ, അപ്പൊ പ്രോബബിലിറ്റി ഓഫ് A intersection B എങ്ങനെ ചെയ്യാം? പ്രോബബിലിറ്റി ഓഫ് A intersection B കണ്ടുപിടിക്കാൻ ഇവിടെ എന്ത് തന്നിട്ടുണ്ട്? പ്രോബബിലിറ്റി ഓഫ് A കോംപ്ലിമെന്റ് യൂണിയൻ B കോംപ്ലിമെന്റ് തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ബൈ ഡി മോർഗൻസ് ലോ. കഴിഞ്ഞ വർഷം പഠിച്ചതാണ് ഡി മോർഗൻസ് ലോ. ഓക്കെ, ഡി മോർഗൻസ് ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോബബിലിറ്റി ഓഫ് A intersection B the whole complement എന്ന് പറയുന്നത് എന്താണ്? 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് A കോംപ്ലിമെന്റ് യൂണിയൻ B കോംപ്ലിമെന്റ്. അത് അകത്തേക്ക് എടുക്കാം. ഓക്കെ, ഇതെന്ത് വരും? ഇത് നമുക്ക് കിട്ടുന്നത് 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് A കോംപ്ലിമെന്റ് യൂണിയൻ B കോംപ്ലിമെന്റ് എത്രയാ? 1/4 ആണ്, അഥവാ 3/4. ഓക്കെ, ഒറ്റ മിനിറ്റ്, സോറി, മാറിപ്പോയി. സോറി, അത് അടുത്തതിലാണ്. പ്രോബബിലിറ്റി ഓഫ്
A intersection B the whole complement എന്ന് പറയുന്നത് എന്താണ്? Probability of A complement union B complement. ഓക്കെ, അത് എത്രയാണ് തന്നിട്ടുള്ളത്? 1/4 എന്നാണ് തന്നിട്ടുള്ളത്. ഓക്കെ, 1/4 എന്നാണ് തന്നിട്ടുള്ളത്. ഇനി നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് വേണ്ടത് പ്രോബബിലിറ്റി ഓഫ് A intersection B ആണ്. So probability of A intersection B will be nothing but 1 minus probability of A intersection B the whole complement. Okay. അപ്പോൾ ഇതെങ്ങനെ വരും മക്കളെ? ഇതെന്ന് പറയുന്നത് 1 മൈനസ്, നമുക്ക് ഇതിന് പകരം ഇത് വേണമെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം, ഒറ്റ സ്ട്രെച്ചിന് ചെയ്യാം. ഓക്കെ, ഒറ്റ സ്ട്രെച്ചിന് തന്നെ നമുക്ക് ഇതങ്ങ് ചെയ്തു പോകാം. അത് മനസ്സിൽ വെച്ചുകൊണ്ട് വന്നപ്പോൾ നേരത്തെ മാറിപ്പോയതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിന് പകരം നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് വരും? 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് A കോംപ്ലിമെന്റ് യൂണിയൻ B കോംപ്ലിമെന്റ് എന്ന് വരും, വിച്ച് വിൽ ബി നത്തിങ് ബട്ട് 1 minus 1/4, that is 3/4. ഓക്കെ, സോ നമ്മളുടെ പ്രോബബിലിറ്റി ഓഫ് A intersection B എത്രയാ മക്കളെ? 3/4 ആണ്. ഇനി നമുക്ക് എയും ബിയും ഇൻഡിപെൻഡന്റ് ആണോ എന്നാണ് ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. എയും ബി ഇൻഡിപെൻഡന്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ എന്തൊക്കെ വേണം? പ്രോബബിലിറ്റി ഓഫ് A ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബിയും കൂടെ നോക്കണം. സോ പ്രോബബിലിറ്റി ഓഫ് A ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി ഇൻഡിപെൻഡന്റ് ആണെങ്കിലുള്ള പ്രത്യേകത എന്താ? പ്രോബബിലിറ്റി ഓഫ് A intersection B ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് A ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി ആണ്. സോ നമുക്കിവിടെ പ്രോബബിലിറ്റി ഓഫ് A ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബിയും കൂടെ നോക്കാം. പ്രോബബിലിറ്റി ഓഫ് A എത്രയാ? 1/2 ആണ്. ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി എത്രയാ? 7/12 ആണ്. ഓക്കെ, സോ നമുക്ക് എത്ര കിട്ടും മക്കളെ? 1/2 ഇൻറ്റു 7/12 എത്ര കിട്ടും? 7/24 കിട്ടും. 7/24 3/4 ആണോ മക്കളെ? അല്ല. ഓക്കെ, 7/24 എന്ന് പറയുന്നത് 3/4 ആണോ? അല്ല. ഓക്കെ, ഹിയർ നമുക്ക് എന്ത് പറയാം? ഹിയർ probability of A intersection B not equal to probability of A into probability of B. Therefore, A and B are not independent. ഡിപെൻഡന്റ് ആണെങ്കിൽ എഴുതാം, പക്ഷെ നമുക്കിവിടെ ഇൻഡിപെൻഡന്റ് അല്ല എന്നാണ് കാണിക്കാൻ പറഞ്ഞത്. സോ നോട്ട് ഇൻഡിപെൻഡന്റ്. ഈവൻസ്. ഓക്കെ, ആ രീതിക്ക് നമുക്ക് പറഞ്ഞു നിർത്താം. ഓക്കെ, ക്ലിയർ ആണോ മക്കളെ? അങ്ങനെയാണെങ്കിൽ ഇത്രയുമാണ് നമ്മളുടെ. അപ്പൊ നമ്മൾ ഈ ഒരു ചാപ്റ്ററിന്റെ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് കാര്യങ്ങളായിട്ടൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ക്വിക്കായിട്ട് ഫുൾ ചാപ്റ്റർ റിവൈസ് ചെയ്തു. അതുപോലെ തന്നെ അതിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ വർക്ക്ഔട്ട് ചെയ്തു. നമുക്ക് നല്ല കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും പരീക്ഷയ്ക്ക് വേണ്ടി ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും നല്ല സൂപ്പറായിട്ട് പൊളിച്ചടിക്ക് പരീക്ഷയ്ക്ക് എഴുതുക. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക. ധൈര്യമായിട്ട് കമന്റിൽ നിങ്ങളുടെ ഡൗട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കുക. എന്ത് ഡൗട്ട് ആണെങ്കിലും ഒക്കെ പരീക്ഷയ്ക്ക് ഫുൾ സപ്പോർട്ടായിട്ട് ചെല്ല കൂടെയുണ്ട്, മറക്കരുത്. അപ്പൊ എല്ലാവരും വീഡിയോ കാര്യങ്ങളൊക്കെ കാണുക, എല്ലാം കണ്ട് പരീക്ഷ നല്ല സൂപ്പറായിട്ട് എഴുതും മക്കളെ. അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. അപ്പൊ നമുക്ക് പിന്നെയും കാണാം. ബൈ ബൈ.